നമസ്കാരം, വെൽക്കം ടു ഗ്രോ ടോക്സ്. കാലങ്ങളായിട്ട് നമ്മളെ പറഞ്ഞു പരിചരിക്കുന്ന ഒരു വാചകമുണ്ട്. എന്താണെന്നറിയോ? ഒരുപാട് സക്സസ്ഫുൾ ആകണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ ഇന്ന് പല സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും പൂർണ്ണമായിട്ടും മടിയന്മാരാണ്. ഇത് ഞാൻ പറയുന്നല്ല, ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി മിസ്റ്റർ ജോഫർ പറയുന്നതാണ്. മടിയനാകാൻ, അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള മടിയനാകാനുള്ള ഒരു സ്കൂൾ നടത്തുകയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം, എന്താണ് ഈ മടിയനാകുന്നതിന്റെ പിന്നിലുള്ള തിയറി എന്താണ്? എങ്ങനെയാണ് ഈ മടിയന്മാര് സക്സസ്ഫുൾ ആകുന്നത്? അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകാനായിട്ടൊരു മടിയനാകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ജോഫറിലേക്ക്. ഹായ് ജോഫർ, വെൽക്കം. മടിയന്മാരുടെ സ്കൂൾ അല്ലെ? എന്താണ് ഈ മടിയുടെ തിയറി? എന്താണ് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ പലപ്പോഴും മടിയന്മാരാണെന്ന് പറയുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചില്ല അതിന് മുമ്പ്. നമ്മള് ജോലിക്ക് പോകണില്ലേ? ജോലിക്ക് പോകും, നമ്മൾ ബിസിനസ് നടത്തും. അപ്പൊ നമ്മൾ ആദ്യം ജോലിക്ക് സാലറി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം? അടുത്ത സ്ഥാപനത്തിൽ ചാടണം. വേണോ? ആലോചിക്കുക. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ആളുകൾ അങ്ങനെ പറയാം. അതായത് 20,000 30,000 സാലറിയിൽ ആള് ചുരുങ്ങുന്നു. പിന്നെ നമ്മളെ എക്സ്പീരിയൻസ് കാണിച്ചിട്ടല്ലേ പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, സാലറി കൂട്ടാൻ വേണ്ടി മറ്റൊരു ജോലിയിലേക്ക് പോകും. അപ്പൊ 2 വർഷം കഴിഞ്ഞ് അടുത്ത ജോലിക്ക് പോകും. അത് കഴിഞ്ഞ് അടുത്ത ജോലി കിട്ടണമെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നല്ലേ ചോദിക്കുന്നത് ആണ്. അപ്പൊ അടുത്ത കമ്പനി ചോദിക്കും. ഇങ്ങനെ നമ്മൾ കാലഘട്ടത്തിൽ 10, 40, 50 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും അയാള് ഓക്കെ ആയ ഒരാളാവുന്നത്. അതായത് 7 കമ്പനിയിൽ വർക്ക് ചെയ്തു, 6 കമ്പനിയിൽ വർക്ക് ചെയ്തു, നിങ്ങൾക്ക് നല്ല സാലറി കിട്ടാനുള്ള ആളായി. അത് സാധാരണ വ്യക്തികൾക്ക് നടക്കുന്ന ഒരു കാര്യം അല്ലെ? അപ്പോ എന്താ പറയുന്ന ക്രൈറ്റീരിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 7 കമ്പനിയിൽ വർക്ക് ചെയ്തു എന്നുള്ളല്ലേ ക്രൈറ്റീരിയ? എക്സ്പീരിയൻസ് ആണ് നോക്കുന്നത്. എക്സ്പീരിയൻസ്. ഈ എക്സ്പീരിയൻസിന് ചുരുക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞ നമ്മൾ ഈ മടിയന്മാരെ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംരംഭത്തിനും ഇത് തന്നെയുണ്ട്. നമ്മള് കുറച്ച് കാലം മുമ്പ്, 5-6 വർഷം മുമ്പൊക്കെ, കോവിഡിനൊക്കെ മുമ്പ് നമുക്ക് യൂണിക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എണ്ണത്തിൽ വളരെ കുറവാണ്. പിന്നീടുള്ള ഓരോ വർഷം 20, 25, 17, 18 ഓരോ വർഷം യൂണിക്കോൺസ് ഉണ്ടാവുന്നത്. അപ്പോ നിയമാരുണ്ടാക്കിയ നമ്മൾ ആരോരുത്തരും ഉണ്ടാക്കിയതല്ലേ. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരു പണിയെടുക്കാത്തത് കൊണ്ടും പണിയെടുക്കാണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും ഞാനൊരു മടിയനാവാനുള്ള ഒരു സ്കൂൾ അങ്ങോട്ട് തുടങ്ങി. ആ സ്കൂളിൽ കുറെ പേരുണ്ട്. അത് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ള ആളുകളുണ്ട്. ഇസ്രായേലിലേക്ക് ഡോം അയക്കും അല്ലേ? ഈ ഡോം അയക്കുന്നത് പ്രതിരോധിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അവരടക്കം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇവര് മടിയനാകാൻ വേണ്ടിയിട്ടാണോ വരുന്നത്? അവർ മടിയനാകാൻ വേണ്ടി. അതും മടിയനാകുമ്പോൾ അവർക്ക് സക്സസ് ആകാം എന്ന് പറയുന്ന ഒരു വാചകത്തിനെ കണ്ടിട്ടാണോ വരുന്നത്? ഞാൻ സക്സസ് എന്ന് പറയാനില്ലേ, സക്സസ് ഒക്കെ ആളുകൾക്ക് അനുസരിച്ച് മാറും. ഒരാൾക്ക് നല്ല പണി എടുക്കുന്നതാണ് സക്സസ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പണിയെടുക്കണം, നമ്മള് അയാൾക്ക് പണിയെടുക്കണം. ഒരാൾക്ക് എല്ലാ ദിവസവും കാന പറഞ്ഞായിരിക്കും ഏറ്റവും ഇഷ്ടം ഹാപ്പിനെസ്. നമുക്ക് തിരുത്താൻ പറ്റുമോ? അപ്പൊ ഈ മടിയനാവുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്, അത് ഏത് ടൈപ്പ് ഓഫ് പീപ്പിളിനാണ് അപ്ലൈ ചെയ്യുന്നത്? അതെങ്ങനെയാന്ന് വെച്ചാല് ഞാൻ വിചാരിക്കുന്നത്, നമ്മള് ഹിമാലയത്തിന് മുകളിൽ കയറിയിട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ഒരു 1000 മീറ്റർ ഒരു പരിപാടി ഉണ്ട്, ട്രക്കിംഗ് ഉണ്ട്, വരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പാടില്ല അയാളോട്. കാരണം അയാൾ എന്താണ്, ഹിമാലയം കയറിയ ആളാണ്. അപ്പൊ ഹിമാലയത്തിലേക്കുള്ള കയറ്റം എത്രയും പെട്ടെന്ന് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പൊ ഒരു പ്രാവശ്യം കയറുക, അതിനുശേഷം മടി പിടിച്ചിരിക്കുക. ആ കയറിയത് ഒരു പ്രിവിലേജ് ആണ്. അപ്പൊ ഇത് എല്ലാവർക്കും ഉള്ള പരിപാടിയല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ വീണ്ടും ഈ കയറുക എന്ന് പറയുമ്പോ അത് വീണ്ടും ഹാർഡ് വർക്ക് ആയില്ലേ? അതാണ് പറയുന്നത്. ഇപ്പൊ ചോദിച്ചില്ലേ അതൊരു ഹാർഡ് വർക്ക് ആയി എന്ന് പറഞ്ഞില്ലേ? ഈ 2 വർഷം കഴിഞ്ഞ് കമ്പനി ചാടണോ, 3 വർഷം കമ്പനി ചാടണോ, അടുത്ത് ചാടണോ, ഈ കാലയളവില്ലേ, ഈ കാലയളവിനെ ചുരുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ജമ്പിങ്ങിന്റെ ബേസിക്കലി അച്ചീവ്മെന്റിന്റെ ടെന്യൂർ കുറയ്ക്കുക, കുറഞ്ഞ ടൈമിൽ കൂടുതൽ അച്ചീവ് ചെയ്യുക. ഇതിപ്പോ എന്നെ സംബന്ധിച്ച് എന്റെ 28കളിലും 29കളിലും എനിക്ക് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ മാക്സിമം ഒരു 2 വർഷം, നമ്മളൊരു 18 മുതൽ 20 വയസ്സ് വരേക്കും പണിയെടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഒരു ദിവസത്തിൽ 1-2 മണിക്കൂർ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോ ഞാൻ വാശി പിടിക്കണമെന്നില്ല, ഇത് താല്പര്യമുള്ളവർക്ക് മതി. ബാക്കിയുള്ള പണിയെടുക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതൊരു 5% 6% ആളുകൾക്ക് ആഗ്രഹം ഉണ്ട് ഇങ്ങനെ ജീവിക്കാൻ. അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് ക്ലാരിറ്റി കൊണ്ടുവരട്ടെ. അതായത് മടിയനാകാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് പണിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പണിയെടുത്താൽ മാത്രമാണ് സന്തോഷം കിട്ടുന്നത്. അവരെ നമുക്ക് മാറ്റി നിർത്താം. അവരെ നമുക്ക് മടിയന്മാരാക്കാൻ പറ്റില്ല. കാരണം മടിയുടെ ഡെഫിനേഷൻ പണിയെടുക്കില്ല എന്നുള്ളതാണ്. അതെ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന മടി കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ്. ഒരിക്കൽ പ്രൂവ് ചെയ്തതിനു ശേഷം മടി പിടിക്കുക എന്നുള്ളതാണ്. അല്ലെ? അപ്പൊ അതായത് സമയം കുറയ്ക്കണം. മടിയനാകാൻ വേണ്ടിയിട്ട് എത്തുന്ന സമയം പെട്ടെന്നാക്കണം.
അപ്പൊ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ എത്രയും പെട്ടെന്ന് ലൈഫിൽ സക്സസ്ഫുൾ ആകണം. അല്ല, സക്സസ് അല്ല, നമ്മൾ ഏതെങ്കിലും ഒരു പ്രോസസ്സിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രോസസ് എക്സ്പേർട്ട് ആവും. ഓക്കെ, എത്രയും പെട്ടെന്ന്. പിന്നെ നമ്മളിപ്പോ പലപ്പോഴും എന്താണെന്ന് അറിയോ, നമ്മൾ ജനറൽ മാനേജർ ഒരു കമ്പനിയിലത്തെ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലത്തെ ഒരു വർക്ക് ചെയ്തു, ഒരു വില്ല പ്രോജക്ട് ചെയ്തു. വില്ല പ്രോജക്റ്റിന് 18 കോടി ചിലവാകുമായിരുന്നു. അയാളത് 16 കോടിക്ക് ചെയ്തു. ഓക്കെ, 2 കോടി അയാൾ സേവ് ചെയ്തു. ഇത് പോയിട്ട് അടുത്ത കമ്പനിയിൽ ഇത് പറഞ്ഞു നടക്കണം അയാൾക്ക്, അല്ലെ? അങ്ങനത്തെ അവസ്ഥയില്ലേ? എന്നിട്ട് അയാൾ തെളിയിക്കേണ്ടി വരും വീണ്ടും, ഞാൻ അങ്ങനെ ചെയ്ത ആളാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അയാൾക്ക് 40,000, 50,000, 1 ലക്ഷം ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഈ കമ്പനിക്ക് 2 കോടിന് ഒരു മാസം കൊണ്ട് ഉണ്ടാക്കി, അല്ലെ? അപ്പൊ ഇനി അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് ഹിസ്റ്ററി അല്ല. കഴിഞ്ഞ തവണ 2 കോടിയെ കമ്പനിക്ക് ഒരു മാസം കൊണ്ട് ലാഭം ഉണ്ടാക്കി, എനിക്കിവിടെ 1 കോടി രൂപ മാസം വേണം എന്ന് പറയാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കാനും അത് ബാർഗെയിൻ ചെയ്യാനും പറ്റണം എന്നുള്ളതാണ്. അതായത് സ്റ്റെപ്പ് 1 പ്രൂവ് യുവർ സെൽഫ്, സ്റ്റെപ്പ് 2 അതിന്റെ ഒരു വാല്യൂ കാണുക, 3 അത് ആ വാല്യൂവിൽ ജീവിക്കുക, വേറെ പണിയെടുക്കരുത്, ആ വാല്യൂ പറഞ്ഞ് ജീവിക്കുക. ഇതിപ്പോ എല്ലാവർക്കും വേണ്ടിയിട്ട് പറയണമെന്ന് ഞാൻ പറയണില്ല, ഇങ്ങനെ ജീവിക്കാൻ പറ്റും. ഇപ്പോ ഞങ്ങളൊരു പ്രൊജക്ട് എക്സിക്യൂഷൻ കമ്പനിയാണ്. പ്രൊജക്ടുകൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പോ ആളുകൾക്ക് ഇപ്പോ ഒരു കമ്പനി തുടങ്ങി, ഒരു സ്ഥാപനം തുടങ്ങി, എനിക്ക് 5 വർഷം കഴിഞ്ഞിട്ട് ലാഭം കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണോ? അതെനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണോ? എത്രയും പെട്ടെന്ന് കിട്ടുക. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിജയങ്ങൾ ഒരിക്കലും നിലനിൽക്കില്ല. ആരാ പറഞ്ഞേ? അല്ലെ? അപ്പൊ മടി നെഗറ്റീവ് ആക്കാന്ന് ആരാ പറഞ്ഞേ? ആരോപണം. അല്ലെ? മടി ഉണ്ടാവണം. ഇപ്പൊ നമ്മളൊരു പൂന്തോട്ടത്തിലാണ് വന്ന് നിൽക്കുന്നത്. ഈ ലോകം ഒരു പൂന്തോട്ടല്ലേ? അപ്പൊ ഈ പൂന്തോട്ടത്തിലുള്ള വസ്തുക്കളെ കാണാനും അവിടെ പോകാനും ആ കുന്നും മലയും കാണാനും നമ്മൾ വന്നിട്ടുള്ളത്. അല്ലാണ്ട് 10-12 പണ്ടിക്കാരാണോ? 12 കൊല്ലല്ല, ജീവിതകാലം മുഴുവൻ 12 മണിക്കൂർ പണിയെടുക്കുന്ന ആളുകളുണ്ട്, അതിൽ കൂടുതൽ പണിയെടുക്കുന്നവരുണ്ട്, ആളുകളുണ്ട്. പണിയെടുക്കാൻ വേണ്ടി നാട് വിട്ടവരുണ്ട്. ഇതിനെ പൊടിക്ക് വന്നേ. അപ്പൊ ഇതിന് കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഈ ഒരു ചോദ്യം വരുമ്പോ പലരും ചോദിക്കാൻ എന്താ അറിയോ, അങ്ങനെയാണെങ്കിൽ വീട്ടിൽ അരി വെക്കാൻ നീ മേടിച്ചവരോടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും റിലേറ്റ് ആവില്ല എന്ന് പറയാം. ഞാൻ ആക്കിയ ഒരാളുടെ കഥ പറയാം, അതിലെ നല്ലത്. അപ്പൊ എല്ലാവർക്കും ആക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ എന്റെ അടുത്തൊരു പയ്യൻ വന്ന്, അവന് ഒരു 17 PSC ലിസ്റ്റിലുണ്ട്. അവൻ 17 PSC ലിസ്റ്റിൽ നിലവിലുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന്, തൃശ്ശൂര് ഗ്രൗണ്ടിൽ നിന്ന് വിളിക്കുന്നത്. ഇന്നത്തെ 4 ടെസ്റ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്സായി ഞാൻ ഒരു പോലീസുകാരനാണ്, 50,000 രൂപയും പെൻഷൻ എനിക്ക് കിട്ടും. അയാൾ ഫോൺ വിളിച്ച് പറയുന്നതാണ്, ആ സ്ഥലത്ത് കിതപ്പൊക്കെ ഉണ്ട്, അങ്ങനെ വിളിച്ച് പറഞ്ഞാണ്. ആയിക്കോട്ടെ. അതേസമയം ഞാൻ ഇന്ന് മുതൽ പട്ടിപ്പണി ആരംഭിക്കണം. അയാൾ പറഞ്ഞ അതേ വാചകം ഞാൻ പറയുന്നത്. 6,000 റുപ്യ എന്റെ കാശും 6,000 റുപ്യ ഗവൺമെന്റിന്റെ പൈസയും കൊണ്ടാണ് പെൻഷൻ കിട്ടുന്നത്. അപ്പൊ എനിക്ക് 56,000 റുപ്യ കിട്ടി കഴിഞ്ഞാൽ എന്റെ പരിപാടി തീരില്ലെന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു എന്നോട്. ഓക്കെ, ഞാൻ തരാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, അന്ന് അയാൾ ആ ഗ്രൗണ്ടിൽ നിന്ന് ആ ജോലി ഉപേക്ഷിച്ച് എന്റെ പോകുന്നതാണ്. ഓക്കെ, ഇന്ന് 1.5 വർഷം കഴിഞ്ഞു. ഇന്ന് ആൾക്ക് ഒരു മാസത്തില് ഒരു ദിവസം അത് അധ്വാനിക്കുന്നത് ഏകദേശം 60 മുതൽ 80,000 രൂപ വരെ എന്ന കപ്പാസിറ്റികൾ എത്തിയിട്ടുണ്ട്. ഇനി അത് വലുതാക്കേണ്ടതും ചെറുതാക്കേണ്ടതൊക്കെ അയാളുടെ നമ്മുടെ ഉത്തരവാദിത്തമല്ല, പക്ഷെ അത് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അയാളിനെ എത്രയും പെട്ടെന്ന് കയറ്റിക്കുക. ഇത് എല്ലാവർക്കും പറ്റും. ഒരു കാന കോരുന്ന ആൾക്കും പറ്റും, ഒരു ഡോക്ടർക്കും പറ്റും. ഇപ്പൊ ഒരു ഡോക്ടറായി, അത് പറയാം, നമുക്ക് ഒരു ഡോക്ടറായി. ഈ ഡോക്ടർ എന്ത് ചെയ്യും? ഒരു ഹോസ്പിറ്റലിൽ വരും, സക്സസ് റേറ്റ് ഉണ്ടാക്കും, അപ്പുറത്തേക്ക് മാറും. ഇതേ സമയം തന്നെ അയാള് ഏറ്റവും വലിയ നല്ലൊരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഫോർമേഷൻ പാസ് ചെയ്ത് അത് കൊടുത്ത് ഒരു ബൈ ചാൻസ് ഒരു യൂട്യൂബ് ചാനൽ അറിവെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രിവിലേജിന്റെ പുറത്ത് 1 മണിക്കൂർ കൺസൾട്ടേഷൻ കൊടുത്താൽ ഈ പൈസ 1 മണിക്കൂർ കൊണ്ട് കിട്ടും. ഇങ്ങനെയും ജീവിക്കാം. അത് ഏത് ജോണറിലും അങ്ങനെ ജീവിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് മടിയുടെ തിയറി. സോ ബിക്കം ആൻ എക്സ്പെർട്ട്, ദെൻ മടിയനായി ആ വാല്യൂ ഉണ്ടാക്കുക, ആ വാല്യൂവിൽ ജീവിക്കുക. പക്ഷെ ഇത് എല്ലാവർക്കും എല്ലാ മേഖലയിലും പറ്റുമോ? അതായത് ഒരാൾക്ക് അവരവരുടെ മേഖല ചൂസ് ചെയ്യണം എന്നുള്ളതാണ് അല്ലെ? അത് എന്നറിയോ, നമ്മള് സ്കില്ല് ആരപ്പോ തീരുമാനിക്കുന്നത്? അച്ഛനും അമ്മ അല്ലെങ്കിൽ അവരവര്. അത് യഥാർത്ഥ സ്കില്ലാണോ യഥാർത്ഥത്തില്? ഇപ്പൊ ഫയർ ആൻഡ് സേഫ്റ്റി ഒരു സമയത്ത് ആവശ്യം വന്നപ്പോ തുടങ്ങി, ഓരോ സമയം ആവശ്യം വന്നപ്പോ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോ അവരവരുടെ സ്കില്ല് കണ്ടെത്തുന്ന ഒരു എഡ്യൂക്കേഷൻ സംവിധാനം ഇവിടെ ഇല്ലാത്തടത്തോളം കാലം ഈ യാത്രക്കിടയിൽ അവർ സ്കില്ല് കണ്ടെത്തുകയും ആ സ്കില്ലിൽ ജീവിക്കും വേണം. ഞാൻ പറഞ്ഞ ആളുടെ സ്കില്ല് എന്താണെന്നറിയോ? അയാളുടെ സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങളെ കണ്ടു പരിചയപ്പെടുന്നിരിക്കാം, ഒരു 10 മിനിറ്റിനകം നിങ്ങളെ ബ്രോ ആക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരാളാക്കി മാറ്റും. അതാണ് ഞാൻ പണാക്കിയത്. എന്താന്ന് ചോദിക്കരുത്, അതാണ് അയാളെ പണാക്കിയത്. ഓക്കെ, അങ്ങനെ അയാളുടെ സാധനം കണ്ടുപിടിക്കുകയും അതിനെ പണാക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് മടിയന്മാരുടെ സ്കൂളിൽ നടക്കുന്നത്. അല്ലാതെ മടിയന്മാരുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല, ഒന്നും പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ അവര് ഒരേ സമയം തന്നെ 5ഉം 10ഉം കോർപ്പറേറ്റ് കമ്പനി, ചെറുതും വലുതുമായ കമ്പനികളുടെ പാർട്ടാണ്, പദ്ധതികളുടെ ഭാഗമാണ്. വലിയ കാഴ്ചകൾ കണ്ടവന് മാത്രമേ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ വലിയ കാഴ്ചകൾ ചെറിയ പീരീഡിൽ കാണിക്കാം.
ഓക്കെ. അപ്പോ എന്താ കാര്യം വെച്ചാല് ഈ എക്സ്പീരിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 2 വർഷം 4 വർഷം 6 വർഷം കൊണ്ട് കിട്ടിയെന്ന് പറയുന്നില്ലേ, അത് ഈ ചെറിയ കാലമുള്ള ആളുകൾക്ക് കിട്ടും. പിന്നെ ആ കിട്ടിയ പ്രിവിലേജിൽ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. പലർക്കും അത് ചോദിക്കാൻ അറിയില്ല. കഴിഞ്ഞ ദിവസം ഒരു PhD കഴിഞ്ഞിട്ടുള്ള ഒരു അദ്ദേഹം വന്നു, ഞങ്ങൾ ഇത്ര കാലം ഇതൊക്കെ ചെയ്തില്ല എന്നുകൊണ്ട് ഭയങ്കര സാഡ് ആയിട്ടാണ് ആള് നമ്മുടെ അടുത്ത് നിന്ന് പോയത്. ഇന്ന് അവര് സ്വന്തമായിട്ട് അതിനെ ആ ഇതുവരെ ഉണ്ടാക്കിയ പ്രിവിലേജും എക്സ്പീരിയൻസ് എല്ലാം പണമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സ്മാർട്ട് വർക്കിന്റെ അപ്പുറത്ത് ഇങ്ങനത്തെ ഒരു സ്പേസ് എന്ന് ആള് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പറയുന്ന പുതിയ കഥയൊന്നുമല്ല. ഇന്നലത്തെ 15-ാം തീയതി മാതൃഭൂമി പേപ്പറിൽ എഴുതിയിട്ടുള്ള വെച്ചാല് 1930 വലിയ ഏതൊരു എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള 1930 ആ എഴുത്തുകാരൻ പറഞ്ഞതെന്ന് വെച്ചാല് 2030 ഒരാള് ആഴ്ചയിൽ 20 മണിക്കൂറേ ജോലി ചെയ്യുള്ളൂ എന്ന് അന്ന് അയാൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴും എന്തിനു വേണ്ടി ഓടാണ്? പണിക്ക് വേണ്ടിട്ട് ഓടുകയാണ്. അപ്പൊ ഇതൊന്നും ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ നക്ഷത്രം കാണാൻ പറ്റില്ല, പൂക്കൾ കാണാൻ പറ്റില്ല, പുഴകൾ കാണാൻ പറ്റില്ല. നമ്മൾ കാണുന്നത് മുഴുവൻ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഉറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഉറങ്ങുക, ട്രാവൽ ചെയ്യുക, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, എല്ലാവരും കൂടി. അത് ഇന്ന ആളെന്നുള്ളതല്ലേ. ഇപ്പൊ അവിടെയുള്ള പലരുടെയും സ്വപ്നങ്ങൾ എന്റെയും കൂടി സ്വപ്നങ്ങളാണ്. ഒരാൾക്ക് വിമാനത്തിന് മുകളിൽ നിന്ന് ചാടുന്നതാണ് ആഗ്രഹം. അപ്പൊ ഞങ്ങളും കൂടെ ചാടുന്നുണ്ട്. വേറൊരാളുടെ ആഗ്രഹം ഒരുമിച്ച് പാരഗ്ലൈഡിങ് ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഒരാഴ്ചയിൽ ഹിമാചലിന് ട്രെയിനിങ് ഉണ്ട്. അപ്പൊ അത് നമ്മളുടെയും കൂടി എല്ലാവരുടെയും കൂടിയും ആഗ്രഹങ്ങളാണ്. അപ്പൊ അതെല്ലാം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലായത് ഇപ്പോ ഈ തിയറി ഈസ് ബ്യൂട്ടിഫുൾ, ഓക്കെ, ബട്ട് ദിസ് ഡസന്റ് അപ്ലൈ ഫോർ എവരി വൺ. ഒരു 90% ആൾക്കാർക്കും ഇത് പറ്റത്തില്ല. അതെനിക്കറിയില്ല, അതെനിക്ക് പറയാൻ പറ്റില്ല. വരുന്ന ആളുകളിൽ താല്പര്യമുള്ള ആളുകളെ മാറ്റുന്നത് എനിക്ക്, ബാക്കിയുള്ളവരെ ഞാൻ കാണുന്നില്ലല്ലോ. താല്പര്യമുള്ളവർക്ക് നമുക്ക് ആക്കാം. അതായത് ജോഫറിന്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരെ കുറിച്ചാണ് ജോഫർ സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ സമൂഹത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അതായത് സമൂഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ഒരു തിയറി പറയുമ്പോൾ അവർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാരണം വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം ഇല്ലാതിരിക്കുക, പണി ഇല്ലാതിരിക്കുക, ഇങ്ങനെ ഗിൽറ്റ് ഫീൽ അവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വരും. ഞാൻ ഇത്രയും പഠിച്ചു വന്നിട്ട് എനിക്കൊരു പണിയില്ല. അപ്പൊ പണി എടുക്കുന്നത് വലിയ പ്രിവിലേജ് ആയിട്ട് കാണുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ പണി എടുക്കുമ്പോൾ എനിക്ക് ഇത്ര ശമ്പളം കിട്ടണം എന്നുള്ളൊരു ഡിമാൻഡായിട്ട് മാറും. അപ്പൊ ആ കിട്ടുന്ന പൈസക്ക് ഇത്ര ചെലവുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാത്തമാറ്റിക്കലായിട്ട് മാറും. അവസാനം കയ്യിലൊന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് റിയൽ സിറ്റുവേഷൻ ആയിട്ട് മാറും. ഇതാണ് ഒരു നോർമൽ ലൈഫ്. ഞാനപ്പോ പറയട്ടെ, 150 ഡോക്ടർ ഉണ്ട് ഇവിടെ. 10 മിനിറ്റിന് 10 ലക്ഷമാണ് ഡോക്ടർ. രണ്ടൊരു ഡോക്ടർ തന്നെയല്ലേ. അപ്പൊ മറ്റാൾക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്ത് പൈസ വാങ്ങാൻ അറിയാം അല്ലേ? അതിന്റെ പ്രശ്നം. അത് അറിയാത്തവന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമല്ലല്ലോ. അല്ല, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് അറിയിക്കുന്ന സമയത്ത് അവര് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് മാനസികമായി. നേരത്തെ പറഞ്ഞ മാതിരി PSC പാസ്സായി നിൽക്കുന്ന ഒരാള്, അയാൾക്ക് ആ മൊമെന്റിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അയാളുടെ ആ ഷിഫ്റ്റ്. അത് ശരിയോ തെറ്റോ എന്നുള്ള കാലം തെളിയിക്കണം. പക്ഷെ ആ തീരുമാനം അയാൾ എടുക്കുമ്പോൾ അയാളുടെ കൂട്ടുകാരും വീട്ടുകാരും പറഞ്ഞിട്ടുണ്ടായിരിക്കും നീ എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചത് എന്നുള്ളത്. അത് ഇനിയും പറയും. അത് അയാൾ പ്രൂവ് ചെയ്ത് മടിയനായി ഇരുന്നുകൊണ്ട് തന്നെ സക്സസ്ഫുൾ ആയി കാണിക്കുമ്പോൾ ഇവരെല്ലാം മാറും. പക്ഷെ അതുവരെ അയാൾ ഇത് കേൾക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു യാത്രയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു തിയറി ഇതിലേക്ക് എങ്ങനെ നിങ്ങൾ ആൾക്കാരെ കൊണ്ടുവരുന്നത്, എങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നത്, എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ, എന്താണ് ഈ മടിയന്മാരുടെ സ്കൂൾ ആക്ച്വലി നടക്കുന്നത്? അത് എനിക്കൊരു മടി ഉണ്ടായപ്പോഴാണ് ഞാൻ തുടങ്ങിയത്, കൂടിക്കഴപ്പം. അപ്പോ ഞാന് ഈ നമ്മളിവിടെ ജോഫർ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മടിയനാണ്. ഞാൻ അങ്ങനെ സക്സസ്ഫുൾ എന്ന വാക്ക് ഞാൻ വീണ്ടും ഒഴിവാക്കണം. ശരി, അതായത് ആഗ്രഹങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു മടിയനാണ്. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മടിയനാണ്. ഉറങ്ങാൻ പറ്റുന്ന ആളാണ്. ഉച്ചയ്ക്ക് നന്നായിട്ട് ഉറങ്ങും. പിന്നെ അങ്ങനെ ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, അത് ആ ജീവിത രീതിയിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാല് ഇങ്ങനെ വാല്യൂ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തിരി വലിയ എവറസ്റ്റ് കയറുന്ന നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഞാൻ പ്രൊജക്ട് എക്സിക്യൂഷനാണ് ചെയ്യുന്നത്. അപ്പോ പ്രൊജക്ട് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു MBA കോളേജ് കേട്ടിട്ടുണ്ടാവും, ലീഡ് കോളേജ് എന്ന്. അപ്പൊ ലീഡ് കോളേജിലെ പ്രിൻസിപ്പൾ എനിക്കറിയാം, അദ്ദേഹം ഒരു തൊമ്മൻ എന്നാണ്. അപ്പൊ ഭയങ്കര വൈറലായ ഫ്രീഡം കൊടുക്കുന്ന ഒരു പ്രിൻസിപ്പളൊക്കെയാണ്. അപ്പൊ അവിടെ അദ്ദേഹത്തിന് ചെയ്തതെന്ന് വെച്ചാല് അദ്ദേഹം വിളിക്കാനുള്ള കാരണം 150 സീറ്റുള്ള കേരളത്തിലെ ഒരു MBA കോളേജ് ആയിരുന്നു. എന്നെ ഫോൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞത് ഇത് കുട്ടികളുടെ ആവശ്യമാക്കി മാറ്റണം എന്നോട് പറഞ്ഞിരുന്നത്. അതായത് അവിടെ പഠിക്കുന്നത് കുട്ടികളുടെ ആവശ്യമാക്കി മാറ്റണം എന്നുള്ളതാണ് നമ്മളെ ഏൽപ്പിച്ച. അപ്പൊ ഞാനത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് അച്ഛനും അമ്മയാണ് ഡിസിഷൻ മേക്കർ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഓക്കെ, അതിനനുസരിച്ചുള്ള ക്യാമ്പയിനാ പോയത്. നേരത്തെ പറഞ്ഞ 99% പ്ലേസ്മെന്റ്, പെറാനം ഇതൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പയിൻ ചെയ്ത് നോക്കി. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവുമ്പോൾ പറയേണ്ട കാര്യം. CR നോക്കുമ്പോ എന്താണെന്നറിയോ, അതിൽ വിളിക്കുന്നത് 97-98% വിളിക്കുന്നത് അച്ഛനും അമ്മയല്ല, വിദ്യാർത്ഥിയാണ്. എന്റെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല.
നമ്മുടെ അച്ഛനും അമ്മയായിരുന്നു വിളിച്ചിട്ട് സ്കൂളിലേക്ക് വിളിച്ചിരുന്നത്. അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 98% കുട്ടികളെ വിളിക്കുന്നത്. ഞാൻ ആ ക്യാമ്പയിൻ നിർത്തി, പകരം ഫ്രീഡം സെല് ചെയ്തു. അപ്പൊ നമ്മൾ ജോയിൻ ചെയ്തത് 7ാമത്തെ മാസം സൗത്ത് ഇന്ത്യയില് 300 സീറ്റുള്ള ഏറ്റവും വലിയ MBA കോളേജായി ഒരു ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് പോരുന്നത്. ഓക്കെ, പക്ഷെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടുത്തെ കോളേജിൽ അവിടുത്തെ ആൾക്കാരെ കൊണ്ടും അവിടുത്തെ കുട്ടികളെ കൊണ്ടും നമ്മളിത് ചെയ്തത്. ഈ വലിയ ദൗത്യം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ ദുരന്തമായിരുന്നു. ഓക്കെ, അപ്പൊ ഡെലിഗേഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് ഞാനൊരു കൂട്ടം ആളുകൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും പറഞ്ഞു, ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നൊക്കെ പറഞ്ഞപ്പോ അതിനുശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്കൂളിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. ഓക്കെ, നമ്മളെ കുറെ പേര് സ്നേഹിക്കാണ്ടാവുക, അവരുടെ സ്വപ്നങ്ങൾ നമ്മളെയും കൂടി നടക്കുക എന്ന് പറഞ്ഞേക്കാൾ സുഖം, അതൊരു വല്ലാത്ത സുഖമാണ്. അത് എനിക്കൊരു കിക്കായി തുടങ്ങി. അപ്പൊ ഞാൻ ഇത് വന്നോളം പറഞ്ഞു. അപ്പൊ ഞാൻ അവർക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടൊക്കെ എന്റെ ഫ്രീ ആക്കി. ഓക്കെ, അതിനുശേഷം പല മടിയന്മാരുടെ സ്കൂളിൽ ഫ്രീ ആണ്. ഫ്രീ ആണ് ഭക്ഷണവും താമസവും. ഓക്കെ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കണ്ടാ, നമ്മൾ ഹോസ്റ്റൽ താമസിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണ്ടേ, ഇങ്ങനെ ചാർട്ടൊക്കെ ചെയ്തിട്ട് അതൊന്നും വേണ്ട. കാലത്ത് ചേച്ചി വരും, ഞങ്ങൾ ചേച്ചിയമ്മ എന്ന് വിളിക്കുക. ചേച്ചിയമ്മ വന്നിട്ട് എല്ലാവരും കാലിന്റെ എണ്ണം നോക്കും. ഇവര് കാലത്തൊക്കെ അവർ കിടന്നുറങ്ങുക, 2 മണി 3 മണിക്ക് അവൻ കിടന്നുറങ്ങുക. അവര് കാലിന്റെ എണ്ണം നോക്കും. എണ്ണം നോക്കിയിട്ട് അത്ര ആൾക്കുള്ള ഭക്ഷണം ചേച്ചിയമ്മ വെച്ചിട്ട് പോകും. അപ്പൊ അതിന് വിഷമൊന്നും വേണ്ട, അവർക്ക് എനിക്കുന്ന സമയത്ത് കഴിക്കാം, പോകേണ്ട സമയത്ത് പോകാം. ഞാൻ വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്, ബൈക്ക് ഉണ്ട്, കാറുണ്ട്, ഏത് വേണമെങ്കിൽ എടുത്തു പോവാം. അത്ര സൗകര്യം അവിടെ വന്നാൽ മടിയനായി മാറും. വേറെ പണിയൊന്നും എടുക്കണ്ട. വേറെ പണിയെടുക്കണമെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല. ആ ക്ലൈംബിങ്ങില് എവറസ്റ്റ് കയറുന്നത് അത് നിങ്ങൾ 16 വർഷം കൊണ്ട് 18 വർഷം കൊണ്ട് 20 വർഷം കൊണ്ടല്ലേ കയറിയത്. അത് ഞാൻ 1 വർഷം കൊണ്ടോ 1.5 വർഷം കൊണ്ടോ കയറ്റും. എന്നിട്ട് അത് കേറിയത് പറഞ്ഞ് ജീവിക്കും. ഓക്കെ, അത് ഞാൻ എല്ലാവരോടും അങ്ങനെ ജീവിക്കാൻ പറയില്ലേ, അങ്ങനെയും ജീവിക്കാം. അങ്ങനെയും പക്ഷേ ഓരോരുത്തരുടെയും എവറസ്റ്റ് അവർ സ്വയമാണ് ഡിസൈഡ് ചെയ്യുന്നത്, അതോ ജോഫറാണ് ഡിസൈഡ് ചെയ്യുന്നത്? അല്ല, ഞാൻ ഡിസൈഡ് ചെയ്യല്ല. ഇവരെന്നെ പലത് കൊണ്ടേ ഇടാണ്. നമ്മളെങ്ങനെ ആദ്യം നീന്തൽ പഠിപ്പിച്ചാൽ നാട്ടിലൊക്കെ വെള്ളത്തിൽ കൊണ്ടേ ഇടും. അല്ലല്ലോ, വെള്ളത്തിൽ കൊണ്ടേ ഇട്ടതിന് ശേഷം ഒരു മുക്കലുണ്ട്. നാട്ടിലൊക്കെ മുക്കലുണ്ട്, ഞാനൊക്കെ മുക്കിയുണ്ട്. അതായത് ആദ്യം കൈ പിടിച്ചു തരും, എന്നിട്ട് നമ്മളതിനെ വിശ്വസിപ്പിക്കും. ഏത് എന്നെ പിടിക്കുന്ന ഒറ്റ പിടുത്തുണ്ട്. ആ മുങ്ങലിലാണ് എന്ത് ചെയ്യുന്നത്, അവൻ കൈയടിച്ച് കയറുന്നത്. അതേപോലെ പല സ്ഥലത്ത് കൊണ്ടുപോയിടുന്നു. അതായത് പല കമ്പനികളിൽ കൊണ്ടുപോയിടുന്നു, പല സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയിടുന്നു, അവിടുത്തെ പദ്ധതികളിൽ കൊണ്ടുപോയിടുന്നു. ഈ ഇടുന്ന സമയത്ത് അവിടെ കിട്ടുന്ന എക്സ്പീരിയൻസ് അയാള് ആ സംരംഭകൻ പലപ്പോഴും വീണ പരാജയങ്ങളൊക്കെ ആര് കണ്ടുപിടിക്കാണ്, ഈ പുതിയ ആള് കണ്ടുപിടിക്കാണ്. സാധാരണ ഇത്തരക്കാർക്ക് അവിടേക്ക് എൻട്രി ഉണ്ടാവില്ല. കാരണം എന്താണ്, എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രം അവിടേക്ക് എൻട്രി ആവുള്ളൂ. അതിനെ ഞാൻ ചെറുതായിട്ട് ഹാക്ക് ചെയ്ത് എന്തെന്നറിയോ, ആ കമ്പനി ഒരു 2000 കോടി കമ്പനി, നമ്മൾ 2000 കോടി കമ്പനി ചെയ്യുന്നുണ്ട്, 6000 കോടി ചെയ്യുന്നുണ്ട്, 4000 കോടി കമ്പനിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരാളെ വെക്കണമെങ്കിൽ എക്സ്പീരിയൻസ് ഒരാളെ വേണ്ട വെക്കാനായിട്ട്. അതിന് പകരം നമ്മൾ പറയാണ്, നിങ്ങൾ ഇന്ന കാര്യം ഞങ്ങൾ ഫ്രീ ആയിട്ടാ ചെയ്തുതരാന്ന് പറയും. വെക്കില്ലയോ? ഒരു മിനിമം ക്വാളിറ്റി ഉള്ള ആളുകളാണെന്ന് തെളിയിക്കപ്പെട്ടാ വെക്കും. ഓക്കെ, ആ പദ്ധതി അതിനൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ മുമ്പ് ചെയ്ത് കാണിച്ചുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് എല്ലാവർക്കും ഒരു കോർപ്പറേറ്റ് കൾച്ചറും അവിടുത്തെ ബിസിനസ് മോഡലാണ് കാണുന്നത്. മുകളിൽ നിന്നാ കാഴ്ച കാണുന്നത്, താഴെ നടക്കുന്നത് എന്താന്ന് പലർക്കും അറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ സൊമാറ്റോ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ആപ്പാന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്, അല്ലേ? അയാൾ ഇപ്പോഴും നഷ്ടത്തിൽ കഷ്ടപ്പെട്ടിരിക്കാന്ന് വിചാരിക്കുന്നത്. 4 വർഷം കൊണ്ട് 10,3700 കോടി കൊണ്ട് അയാൾ വീട്ടിൽ പോയി. ഇതിനെല്ലാവരും പണി കഴിഞ്ഞ് അവസാനിച്ചു. ഇപ്പോഴും നമ്മുടെ യുവാക്കള് 2-3 കോടി കൊടുത്ത് ആപ്പ് ഉണ്ടാക്കി നടക്കണം. 2,000 രൂപയ്ക്കും 3,000 രൂപയ്ക്കും വൈറ്റ് ലേബിൾ സാധനം നമ്മുടെ ആപ്പ് സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന കാര്യം ഇപ്പോഴും ഓപ്പറേഷൻസ് നല്ല പ്രാധാന്യം ഇപ്പോഴും ആൾക്കാർ കൊടുക്കുന്നത് അല്ല. അപ്പൊ താഴേന്ന് കാഴ്ച കാണണോ മുകളിൽ നിന്ന് കാഴ്ച കാണണോ എന്നുള്ളതാണ് എന്റെ പോയിന്റ്. ഞാൻ ഉദ്ദേശിക്കുന്നത് മുകളിൽ നിന്ന് കാഴ്ച കാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു ബൈക്ക് വാങ്ങാൻ തീരുമാനിക്കുന്നത്, കാറ് വാങ്ങാൻ തീരുമാനിക്കുന്നതായിരിക്കാം. പിന്നെ റോട്ടിൽ പോകുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? അത് തന്നെ ആയിരിക്കും. ആ കാറ് മാത്രം യാതൊന്നും ഉണ്ടാവില്ല. അല്ല, പക്ഷെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. അതായത് ഈ മുകളിൽ നിന്ന് കാഴ്ച കാണുക, ഇപ്പൊ നമ്മൾ ഈ ലീഡിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ ലീഡില് ജോഫർ അവിടെ ഒബ്സർവ് ചെയ്ത ഒരു ഫാക്ട് എന്ന് പറയുന്നത് ആ CRM വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ആ പാറ്റേൺ ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായി നമ്മൾ റോങ് ഓഡിയൻസിന്റെ അടുത്തേക്കാണ് പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് ഒരു ഷിഫ്റ്റ് വന്നു. ആ ഷിഫ്റ്റ് സ്ട്രാറ്റജി ഷിഫ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അവിടെ ആ കൊണ്ടുവന്ന ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മളെ കാണുകയാണ് ഈ കുട്ടികളാണ് നമ്മളുടെ ഓഡിയൻസ്. ആ കുട്ടികൾ നോക്കുന്നത് ഒരു ഫ്രീഡം കൾച്ചറാണ്. അതിന് ഇത് പറ്റിയ സ്ഥലമാണ്. അതിന് അവരെ കാണിക്കാൻ ഒരു പ്രൂഫ് പോലെ നമ്മളെ ഉള്ളവരെ വെച്ചിട്ട് ആ കൾച്ചർ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു പ്രോസസ്സ് വന്നില്ലേ? ഇത് മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന കഴിവുള്ളവർക്കല്ലേ മുകളിൽ എത്താൻ പറ്റുള്ളൂ. അവിടെ പോയിട്ട് ഈ റാൻഡം ആയിട്ട് പണിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുത്തിനെ പിടിച്ച് ഈ പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നടക്കില്ല. ഇത് എല്ലാവർക്കും പറ്റിയതല്ല.
അതെ, എല്ലാവർക്കും പറ്റിയതല്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഈ ഒരു കാര്യത്തെ കുറിച്ച് കേൾക്കുന്ന പലർക്കും മനസ്സിലായൊന്നും വരില്ല. ആ ഒരു ഏത് ആസ്പെക്റ്റിൽ നിന്ന് കാര്യങ്ങളെ കാണണം എന്നുള്ളത് ആ ലെവലിലേക്ക് എങ്ങനെ എത്താൻ പറ്റുക? അത് ഞാൻ ക്രാക്ക്, അതാണ് ഞാൻ ഈ മടിയന്മാരുടെ സ്കൂളിൽ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല്, എനിക്ക് ഇങ്ങനെ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു അടുത്തരം കുടുംബത്തിലെ ആളാണ്. അപ്പോ ഞാൻ പല കാഴ്ച കാണാനായിട്ട് ഓരോ സംരംഭകരോട് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ 5 കോടി മുതൽ ഒരു 6000 കോടി വരെയുള്ള സംരംഭകരുടെ കൂടെ സഞ്ചരിക്കുകയും അവരുടെ വീട് അതിലൊരാളാണ് ബോച്ചെ. ഓക്കെ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല്, ഞാൻ ഒരു ഫാൻ ബോയ് ആണ്. അദ്ദേഹം ഒഴിച്ചിട്ടുള്ള പല ആളുകളും ലൈഫിൽ ജീവിക്കണില്ല, ഉറങ്ങുന്നില്ല, മനസ്സമാധാനമില്ല. നമ്മൾ കാണുന്നതൊന്നല്ലാത്തൊരു വലിയൊരു ഡാർക്ക് സൈഡ് ഉണ്ട്. അവരൊക്കെ ലൂപ്പിലാണ്. അന്ന് വിചാരിച്ചാണ് ഞാൻ ഒരു സംരംഭകനാവില്ല, ഞാൻ ഈ പരിപാടിക്കില്ല എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പ്രത്യേക ലൈഫ്, നമ്മളൊരു അപ്പർ മിഡിൽ ആയിട്ട് ജീവിക്കാന്ന് പറഞ്ഞില്ലേ, മിഡിലും അല്ല അപ്പറും അല്ല, ഒരു മിഡിലിന്റെ അപ്പറിന്റെ നടുവിൽ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിലേക്ക് മാറാനുള്ള കാരണം അത് തന്നെയാണ്. ഈ സംരംഭകനാകില്ല എന്നൊരു തീരുമാനത്തിലേക്ക് വന്ന ഫാക്ടർ ഒന്നും കൂടെ ഒന്ന് വിശദീകരിച്ച് പറയൂ. അത് ഞാനൊരു സംരംഭകനാവണമെന്ന് വെച്ചാൽ 18ാമത്തെ വയസ്സിലെ ആദ്യത്തെ കേരളത്തിലെ അക്ഷയ സംരംഭന, ഞാൻ ഏറ്റവും പ്രായം കുറഞ്ഞ അക്ഷയ സംരംഭന. ഓക്കെ. അത് കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓട്ടോമേറ്റ് ചെയ്തു പുറത്തിറങ്ങുകയും സംരംഭകരോട് യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തത്. അപ്പൊ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുകയും അവരുടെ ഒപ്പം യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പല മോഡലുള്ള ആളുകളുടെ ഒപ്പം സഞ്ചരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടത് കൊടുക്കണം കേട്ടോ, വെറുതെ ഒന്നും നമ്മൾ അവരെ കൊണ്ടുപോയില്ല. ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാല്, നമ്മുടെ കയ്യില് 0 രൂപയാണുള്ള വിചാരിക്കുക. അപ്പൊ നമ്മുടെ സ്വപ്നം എന്താണെന്നായിരിക്കുമോ, നമ്മുടെ എല്ലാ ഒരുവിധ ആളുകളുടെ 1 കോടി രൂപ എന്റെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ പണി നിർത്തിയിട്ട് ചില്ല് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. ഈ 1 കോടി എത്തുന്നതോടുകൂടി ആർത്തിയൊന്നല്ല, അവിടെ ഒരു ലൂപ്പ് ഓണാവും. പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അവിടെ അതിന്റെ കൂടെ സംവിധാനങ്ങൾ ഉണ്ടാവും, ചില അതൊന്നും മൂവ് ചെയ്യേണ്ട ആവശ്യം വരും, അത്യാവശ്യം ഒരു അവസരം വരും. നമ്മളത് അങ്ങനെ ലൂപ്പായിട്ടൊന്നും അറിയില്ല. പിന്നെ നമ്മുടെ സർക്കിളിൽ പിന്നെ 10 ലക്ഷക്കാര് 2 ലക്ഷക്കാരൊന്നും ഉണ്ടാവില്ല. പിന്നെ 5 കോടിക്കാരും 3 കോടിക്കാരും 7 കോടിക്കാരും ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ലക്ഷ്യം 30 കോടിയിലേക്കാ. ഓക്കെ. അവിടെ എത്തുന്നതോടുകൂടി ഇത് പിന്നെ കൂടുകയാണ്. പല സമ്പന്നരായ ആളുകൾക്കും 500 ബ്രാഞ്ച് 1000 ബ്രാഞ്ച് തുടങ്ങണം എന്ന് പറയുന്നത്, അവർക്ക് അതുകൊണ്ടിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഒന്നും ജപിക്കാനുള്ള ഈ ഭക്ഷണം തരല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അതൊരു ലൂപ്പാണ്. ആ ലൂപ്പിൽ പെട്ടിട്ട് ഇവർക്ക് ആഗ്രഹമുള്ള പലതും ഇവർക്ക് സാധിക്കുന്നില്ല, ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. അവിടെ എത്തിയിട്ടിരിക്കുന്ന ആളോട് പറഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. നേരത്തെ സിനിമയിൽ പറഞ്ഞ പോലെ ദുബായിക്ക് പോയിട്ടില്ലേ, ഇല്ല, അപ്പൊ ദുബായ് ഇല്ലേന്ന് ചോദിക്കണപ്പോഴത്തെ കാര്യമാണത്. അത് അറിയണവർക്ക് അറിയാം, അതൊരു ലൂപ്പ് ഉണ്ട് അവിടെ. ഓക്കെ. പല ഇൻഫ്ലുവൻസേഴ്സിനും ഉണ്ട് ഈ ലൂപ്പ്. മറ്റുള്ളവരുടെ മുമ്പിൽ ആ കാണുന്ന റീലിന്റെ ഉള്ളിലുള്ള ജീവിതം അവർക്കറിയാലോ, ഇതേപോലെ ഒരു ലൂപ്പ് ഉണ്ട്. ഈ ലൂപ്പ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, എനിക്ക് അത്ര കഴിവില്ല. നമുക്കൊരു ഈ അവതാർ സിനിമ ഉണ്ടാക്കിയ ആളുടെ പേരെന്താ, ഒരു ഉണ്ട്. അയാളെ സിനിമയ്ക്ക് പോണതിന് മുമ്പ് നമ്മൾ സാധാരണ മലയാളികൾക്ക് എല്ലാവർക്കും എക്സ്പെക്ടേഷൻ ഉണ്ട്, മുമ്പത്തെ സിനിമയേക്കാളും ബെറ്റർ ആയിരിക്കും. അതേസമയം നമ്മൾ മറ്റൊരു സംവിധായകരുണ്ട്. അപ്പൊ നമ്മളൊരു ശരാശരി ചിലപ്പോ ജയിക്കും, ചിലപ്പോ പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെയല്ലേ. ഞാൻ ഒരു ജെയിംസ് കാമറോണുള്ള ആളില്ല. അപ്പൊ അതിനേക്കാൾ സുഖം എന്താ വെച്ചാൽ, അതിന് താഴെ വന്ന് നിന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് പോവാലോ. ആളില്ല, അത് സെൽഫായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, ഞാൻ അവിടേക്ക് പോവാല്ല. അതായത് അങ്ങനെ ഒരു റിസ്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൂപ്പിലേക്ക് കിടക്കണ്ട എന്നുള്ള തീരുമാനമാണ്. അങ്ങനെ അതാണ് തീരുമാനം. ഞാനില്ല. അപ്പൊ സ്വയം പറഞ്ഞു, ഞാൻ അതിനുള്ള ആളില്ല, അതുകൊണ്ട് നമുക്ക് ആ ലൂപ്പിലേക്ക് കയറണ്ട, അല്ലാതെ ജീവിച്ചു പോകാം. അത് എന്നെ മെസ്മറൈസ് ചെയ്യിക്കുന്നില്ല. ഓക്കെ. അതൊരു പരിധി വരെ മെസ്മറൈസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടേക്ക് പോകാനില്ല. നിങ്ങൾ എന്ന് കാണുമ്പോൾ നമ്മളിപ്പോ കാണുന്ന പോലെ ഒരു പണക്കാരനായ ജോഫറിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. മനസ്സിലായി. ഈ മടിയന്മാരാകാൻ വരുന്ന ആൾക്കാര് പണക്കാരാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ? അല്ല, അവരൊക്കെ ഓട്ടോമാറ്റിക് ഇവിടെ നിന്ന് കഴിഞ്ഞ് എക്സിറ്റ് ആവാനുള്ള ആൾക്കാരല്ലേ. ഇപ്പൊ കാശ് വാങ്ങണില്ലെന്ന് പറയുന്നത്, ഞാനിപ്പോ ഒരു മാസം 2-3 ലക്ഷം രൂപ 4 ലക്ഷം രൂപയ്ക്ക് കമ്പനി എടുത്ത് വാങ്ങണത്. ഈ കാണുന്ന എവറസ്റ്റ് കയറി കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസത്തില് ഒരു ദിവസം അധ്വാനിച്ച് അദ്ദേഹം 70,000 രൂപ 80,000 രൂപ കേരളത്തിലെ സിനാരിയോയിൽ വാങ്ങണില്ലേ, അത് കഴിഞ്ഞ് അത് വലുതാക്കേണ്ടതും ചെറുതാക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്. ആ പണി നമ്മൾ പഠിപ്പിച്ചില്ലേ. മനസ്സിലായി. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു കുട്ടി നമ്മൾ പറയില്ലേ, അതായത് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സാകണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സായ ഒരുത്തിനോട് ചോദിക്കണമെന്ന് പറയുന്ന ഒരു പഴയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അതുപോലെ ഈ കുട്ടികൾ, അതായത് നിങ്ങളുടെ ഞാനല്ല ഒരു ഗുരു, അല്ല അത് എന്റെ ഗുരുസ്ഥാനം കഴിയും. എന്റെ ശിഷ്യൻ നാളെ തന്നെ ഗുരുവായിട്ടായിരിക്കും ഇവിടുന്ന് പോവുക. എന്റെ ശിഷ്യൻ നാളെ തന്നെ ഗുരുവാണ്. ഇപ്പൊ എന്തിനാണ് അവരെന്റെ ഗുരുവാണെന്ന് വെച്ചാല്, ഇപ്പോൾ ഞാൻ ആ വാല്യൂല് ജീവിക്കുന്നില്ലേ, അത് അവര് പഠിച്ചു കഴിഞ്ഞാൽ ഇവരെന്റെ ഗുരുക്കളായിട്ടുണ്ട്. ഇവര് പലരും പോയിട്ടുണ്ട്,
പോകുന്നവരൊക്കെ എന്റെ ഗുരുക്കളായിട്ടാണ് മാറുന്നത്. ബേസിക്കലി ഇവിടെ നടക്കുന്നത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ് നടക്കുന്നത്, അല്ലെ? അങ്ങനെയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ ഞാൻ നടക്കുന്ന പ്രോസസ്സാ പറയുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഒരു എഫോർട്ട് ഉണ്ട്. ഞാൻ ഉച്ചവരെ എന്റെ വീട്ടിൽ നിൽക്കുന്നു, ഫാമിലി ടൈം, അതിന് ശേഷം ഇവിടെ വരുന്നു, ഇവരോടൊപ്പം കളിക്കാൻ പോകുന്നു, ഞങ്ങൾ ഫുട്ബോൾ ടർഫിൽ പോകുന്നുണ്ട്, ഞങ്ങൾ ഇടയ്ക്ക് സിമ്മിന് പോകും, ഇടയ്ക്ക് ചില പ്രോഗ്രാമിന് ഒരുമിച്ച് പോകും. അങ്ങനെ ഒരു ലൈഫ് ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ കൊണ്ടുനടക്കുന്നു. ഇപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാം. ഈ ലൂപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ ഒരു ഫ്രണ്ട്, അതായത് 2004-05 ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഇത് നടക്കുന്നത് ഗോവയിലാണ്. അപ്പൊ കേരളത്തിലെ വളരെ പ്രമുഖനായ ഒരു ലീഡർ അവിടെ വന്നിട്ട് ട്രെയിനിങ് എല്ലാം ചെയ്ത്, അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവര് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് മീറ്റിംഗ്? ഞാൻ പറഞ്ഞു അടിപൊളിയാണ്, പ്രൊഡക്റ്റ് സൂപ്പറാണ്, ബിസിനസ് സൂപ്പറാണ്. അപ്പൊ എന്റെ ഫ്രണ്ടിനോടും ചോദിച്ചു. അപ്പൊ അവനും പറഞ്ഞെല്ലാം അടിപൊളിയാണ്, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്നാ പിന്നെ നമുക്ക് തുടങ്ങല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നും, ജസ്റ്റ് ആലോചിച്ചാൽ മാത്രം മതി. അപ്പൊ മറ്റവനോട് ചോദിച്ചു, എന്റെ ഫ്രണ്ടിനോടും ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഇല്ല സാർ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ചോദിച്ചു, അതെന്താ ദിലീപിന് താല്പര്യമില്ലാത്ത? ബിസിനസ് നല്ലതല്ലേ? ആണ്. പ്രൊഡക്റ്റ് നല്ലതല്ലേ? ആണ്. പിന്നെ എന്തുകൊണ്ടായി തുടങ്ങാൻ താല്പര്യമില്ലാത്ത? അപ്പൊ അവൻ ചോദിച്ചു, സാർ ഇത് എന്തിനാ ഈ സാധനം ചെയ്യുന്നത്? ദിലീപ്, നമുക്കിത് ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കിയിട്ട് നമുക്ക് ഏർലി റിട്ടയർമെന്റ് നേടാനായിട്ട് സാധിക്കും. അപ്പൊ ഏർലി റിട്ടയർമെന്റ് കിട്ടി എന്ത് ചെയ്യും? നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാലോ, നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വെറുതെ ഇരുന്ന് ചെയ്യാലോ. സാർ, ഞാൻ ഇപ്പൊ അതാണ് ചെയ്യുന്നത്. ഞാൻ എന്തിന് ഇത് വിട്ടിട്ട് ഇനി പണിയെടുക്കാൻ പോകണം? ഓൾറെഡി ഞാൻ റിട്ടയർമെന്റ് മടിയനാണ്, മടിയന്റെ ലൈഫാണ് ഞാൻ ജീവിക്കുന്നത്. ഇനി എന്തിന് ഞാൻ വീണ്ടും ഒരു മടിയനാവാൻ വേണ്ടിയിട്ട് പണിയെടുക്കണം എന്നൊരു. അപ്പൊ അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഒരു 15-20 വർഷത്തെ ഒരു ഗ്യാപ്പിൽ ഞാൻ നോക്കുമ്പോൾ അവന്റെ ലൈഫ് സ്മൂത്താണ്. അവൻ അന്നും ഇന്നും മടിയനാണ്. എന്നാൽ ചെയ്യേണ്ട കാര്യം രാവിലെ 10 മണിക്ക് പോയിട്ട് 5 മണിക്ക് ചെയ്ത് നിർത്തിയിട്ട് തിരിച്ചു വന്നാൽ പിന്നെ മടിയനാണ്, പക്ഷെ ഹാപ്പിയാണ്, ഫാമിലിയുടെ കൂടെയാണ്, എല്ലാം അടിപൊളിയാണ്, വേറെ ലൂപ്പുകളിലേക്ക് കിടക്കുന്നില്ല, വലിയ ഡ്രീംസ് ഇല്ല എന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയം മറ്റുള്ള ഒരുപാട് ആൾക്കാർ, പണം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ അന്നും ഇന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, പണമുള്ള ആളുകൾ ഓടുന്നുണ്ട്. നമ്മള് ചിലപ്പോ വിചാരിക്കുന്നത് അറിയോ, നല്ല പണം ഉണ്ടെന്നിരിക്കാം, നല്ല പണമുണ്ട്, വലിയ വലിയ വാഹനങ്ങളുണ്ട്, വലിയ വലിയ വീടുകൾ, ഓടുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അവര് ഇവിടുത്തെ ജീവനക്കാരെക്കാൾ കൂടുതൽ ഓടുന്നുണ്ട്. അത് അവരുടെ കൂടെ നിന്നാ മനസ്സിലാവും, അവരോട് സഞ്ചരിച്ചാൽ മനസ്സിലാവും. സഞ്ചരിക്കാത്തത് കൊണ്ടാണ് അതിന്റെ അളവ് വളരെ കുറവല്ലേ. ആകെ 3000-3500 പേരെ വലിയ വലിയ ബില്യനേഴ്സ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരുടെ കൂടെ സഞ്ചരിക്കാൻ അധികം പേർക്ക് അവസരം കിട്ടാത്തതുകൊണ്ടാ കിട്ടിയ പ്രശ്നം മാറും. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ അവരെയല്ലേ നമ്മൾ ആദ്യം മടിയനാക്കേണ്ടത്? അത് എനിക്ക് ലോകത്തുള്ള എല്ലാവരും മാറ്റാൻ ഞാൻ ആളല്ലേ. ഞാൻ ഈ ചെറിയ സ്ഥലത്ത് ചെറിയ ചെറിയ എൻജോയ്മെന്റുകൾ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലോകം മാറ്റിമറിക്കുന്ന ആശയം കഴിവുള്ളവരും പവർഫുൾ ആയ ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ മുമ്പും ജനിച്ചിട്ടുണ്ട്, ഇനി ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ അത്തരത്തിലൊരു റെവല്യൂഷൻ ഉണ്ടാക്കാനല്ല ചിന്തിക്കുന്നത്. നമ്മുടെ കൂട്ടം, നമ്മുടെ അടുത്ത ആളുകൾ, നമുക്ക് അറിയാവുന്ന ആളുകൾ, നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു ചെറിയ കൂട്ടത്തിന്റെ ഉള്ളിൽ അങ്ങനെ ജീവിച്ചു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നേ ഇനിയിപ്പോ ഞാൻ ഇത് എന്നെ വെച്ചിട്ട് ഞാനൊരു മടിയനാകുന്ന പ്രോസസ്സിനെ കുറിച്ച് ആലോചിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ ഞാൻ മടിയനാകുക, അല്ലെങ്കിൽ അതായത് ഒരു അച്ചീവ്മെന്റ് ആദ്യം ചെയ്ത് അതിനൊരു പ്രത്യേക വാല്യൂ സെറ്റ് ചെയ്ത് അതും അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അതിനെ എൻകാഷ് ചെയ്യുന്ന പ്രോസസ്, അത് ഒരുപാട് പണിയെടുത്തുകൊണ്ടല്ല, എക്സ്പീരിയൻസ് ഷെയർ ചെയ്തും ഗൈഡൻസ് കൊടുത്തൊക്കെ ഇപ്പൊ ജോഫർ ചെയ്യുന്ന കൺസൾട്ടിങ് പ്രോസസ്സ് പോലെ നിന്നിട്ട് ഞാൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ഞാനൊരു സംരംഭകനായിട്ട് സംരംഭത്തെ വളർത്താൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അന്നേരവും ഫുൾ ടൈം പണിയെടുക്കുന്നത് ശരിയല്ല. ഒരു സംരംഭകൻ ആ സമയത്തും ഒരു മടിയനായിട്ട് നമ്മൾ നിൽക്കണം ശരിക്കും പറഞ്ഞാൽ, അല്ലെ? എന്താണ് നടക്കുന്നതെന്ന് ഒരു ഹയർ ലെവലിൽ നിന്ന് ഒബ്സർവ് ചെയ്തിട്ട് പോകണം. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ടാവില്ലേ? അതെന്താണെന്നറിയ കാരണം ഉണ്ടാവണേ. 90% സംരംഭകനും വിചാരിക്കുന്നത് എന്റെ സംരംഭത്തിന്റെ എല്ലാം അറിയുന്ന ആള് ഞാനാണെന്നാണ്. ഓക്കെ, അതിനൊന്ന് മനസ്സിൽ നിന്ന് ഒരു അല്പം മാറ്റി വയ്ക്കുക. നിങ്ങൾ തുടങ്ങാൻ പോണത് ഒരു NBFC ആണെന്ന് വിചാരിക്കുക. NBFC അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഒരു 10,000-15,000 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ 30,000 സ്ക്വയർ ഫീറ്റിന്റെയോ വലിയൊരു സ്ഥാപനം തുടങ്ങണം. നമ്മൾ ചെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കണം. അങ്ങനെയാണെങ്കിൽ അതുവരെ എത്തിയിട്ടുള്ള ആളുകൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഒരു ഷോപ്പാണ് തുടങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുക, 5 ഷോപ്പ് നിയന്ത്രിച്ചിട്ടുള്ള ഒരാളായിരിക്കണം നിങ്ങളുടെ ഓപ്പറേഷൻ കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ പകുതി പണിയാവും പറഞ്ഞുതരും. അവന്റെ ലക്ഷ്യം എന്ന് വെച്ചാല് ഈ ഒരു സ്ഥാപനം ലാഭത്തിലാക്കിയാൽ മാത്രമേ അവന് പണം കിട്ടുള്ളൂ എന്ന് അവനും അറിയാം. അപ്പോ ആ സ്ഥാപനം അങ്ങനെ ആക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? അവന്റെയാണ്. അതായത് ചേർക്കുന്ന ഓരോ ആളുകളെയും ആ പരിപാടി ചെയ്യേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തം ആക്കി മാറ്റണം. സാലറി 17,000 തീയതി കിട്ടുന്ന ആളാക്കാണ്ടിരുന്നാൽ മതി.
ഇതിനിടയിൽ സംരംഭകന് ഒരു കോമൺ സെൻസ് ഉണ്ടായിരിക്കും, ഒരു വിഷണറി മൈൻഡ് ഉണ്ടായിരിക്കും. അതില്ലാത്തതുകൊണ്ടാണല്ലോ അവൻ ജോലിക്കാരനായത്. അപ്പൊ വിഷണറി വേറെ, ജോലിക്കാരൻ വേറെ. വിഷണറി അവനെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ടാണ് അവൻ ജോലിക്കാരനായത്. ഒരു വിഷണറി മൈൻഡ് ഉള്ള ഒരുത്തനും ഒരാളും ഒരു ജോലിക്കും പോവില്ല. പിന്നെ അയാൾക്ക് ഈ ആളെ ഉപയോഗിക്കാൻ അറിയുക എന്ന് മാത്രം പഠിച്ചാൽ മതി. അത് ഉപയോഗിക്കാൻ അറിയില്ല എന്ന് ഇയാൾ പറയാനിരിക്കുക, അതിന്റെ അർത്ഥം ഇയാൾ സംരംഭകനോ അല്ല, ഇയാൾ വിഷണറി അല്ല. പിന്നെ ആ പണിക്കാളെ നിൽക്കരുത്, ഇത്രയുള്ള പരിപാടി. പക്ഷെ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ മടിയന്മാരാകുന്ന ആൾക്കാര് അവർക്ക് ആ സെയിം ടൈം ഒരു വിഷണറിയെ പോലെ തിങ്ക് ചെയ്യാനും, എന്നാൽ ആ പ്രോസസ്സിൽ ഇപ്പൊ പീപ്പിൾ മാനേജ്മെന്റ് വളരെ ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അത് നമ്മൾ വിഷനുമായിട്ട് പീപ്പിളിനെ മാനേജ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞ ഒരു ആർട്ടാണ് ആക്ച്വലി, അല്ലെ? ആ രീതിയിലേക്ക് മാറാൻ ഉള്ള ഏതെങ്കിലും രീതിയിലുള്ള ഞാൻ ഉദാഹരണം പറയാം. എനിക്ക് പറഞ്ഞുതരാൻ പഠിപ്പിക്കാന്ന് അറിയില്ല, ഞാൻ ചെയ്തൊരു കാര്യം പറയാം. എനിക്ക് പല കാര്യങ്ങളും നടക്കുന്നേക്കും ഞാൻ ചെയ്താൽ പറയാൻ പറ്റില്ല. ഞങ്ങളൊരു ടെക്സ്റ്റൈലിന്റെ കാര്യം ചെയ്തു. ഇതിനകത്ത് ടെക്സ്റ്റൈൽ ഇപ്പൊ ഈ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് ബേസിക് സ്റ്റാർട്ടിങ് മുതൽ അതിന്റെ റിക്രൂട്ട്മെന്റ് മുതൽ അതിന്റെ മാർക്കറ്റിംഗ് മുതൽ ഇപ്പോ അതിനൊരു 5 മുതൽ 17 ലക്ഷം രൂപ പെർ ഡേ ബിസിനസ് വരെയാണ് എത്തി നിൽക്കുന്ന സിനാരിയോ. അപ്പോ ഈ റിക്രൂട്ട്മെന്റ് മുതൽ നമ്മളിപ്പോ ഒരു 4 ലക്ഷം മുതൽ 12 ലക്ഷം വരെയുള്ള പെർ ഡേ ബിസിനസ്സിലാണ് ഈ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ നേരത്തെ ചോദിച്ച പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ താഴെത്തട്ടുള്ള ജീവനക്കാരല്ലേ, ഈ ഫ്ലോർ മാനേജർ തൊട്ട് താഴെ ഈ സെയിൽസ് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവര് ആളുകളെ നോക്കി ചിരിക്കണില്ല. ഇവർക്ക് വർക്ക് പ്രഷർ, വീട്ടിലെ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവുമല്ലോ. അത് മാത്രമല്ല ചില സമയത്ത് അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുക, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അപ്പൊ എല്ലായിടത്തും നടക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കും, മോട്ടിവേഷൻ കൊടുക്കും, സാലറി ഹൈക്ക് കൊടുക്കും, ഇതൊക്കെ നടക്കുക. എനിക്ക് അതിന് സമയമില്ല, ഇത്രയും സമയമില്ല ഇവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്നറിയോ, ചെറിയൊരു കാര്യം, ഞാൻ അവിടുത്തെ ക്യാമറയുടെ എണ്ണം കൂട്ടി, സൗണ്ടിന്റെ ഇങ്ങനെ എടുക്കുന്നതിന്റെ അളവ് കൂടുതൽ സൗണ്ട് വെച്ചു. അത് സെപ്പറേറ്റ് ഈ സ്ഥാപനത്തിൽ നിന്ന് വേറെ സ്ഥാപനത്തിൽ ഇതിന്റെ നോക്കൽ ഏൽപ്പിച്ചു. 3 പേരിനെ ഏൽപ്പിച്ചു. ഒരു കസ്റ്റമറുടെ സമയത്തിന്റെ ഉള്ളിൽ ചിരിച്ചിട്ടില്ലെങ്കിൽ 25 രൂപ ഫൈൻ കൊടുത്തു. ചെറിയ കാര്യമാണ്. നമുക്ക് അവരെ പഠിപ്പിക്കണേക്ക് സുഖം. ആ സെക്കൻഡിൽ അവർക്ക് ഒരു ലെറ്റർ വരും, ആ ലെറ്റർ ഒന്ന് കൊണ്ടു കൊടുക്കും ലെറ്റർ. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇപ്പൊ നല്ല ചിരിയുണ്ട്, കളി മനസ്സിലായില്ലേ? ഇതൊരു എൻഫോഴ്സ്ഡ് അറിയോ, ചില സമയത്ത് അങ്ങനെയാണെങ്കിൽ ഹിറ്റ്ലർ ഉണ്ടാവില്ലായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ചില സമയത്ത് ഹിറ്റ്ലറിസം ചെയ്തിട്ട് അവര് നേരെ ആവണമെങ്കിൽ അവരെ സ്നേഹിച്ച് നല്ലോണം ചെയ്യാൻ ഇത് സംരംഭം, അത് പൂട്ടിപ്പോയി ആരും കൂടെ നിൽക്കില്ല സംരംഭകന്റെ ഒപ്പം. അപ്പൊ അത് കഴിഞ്ഞ ശേഷം അത് മനസ്സിലാക്കി അവര് വന്ന അവർക്ക് നല്ലത്. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, അവർ തടയപ്പെടലുണ്ടാവുക. അവരെ മോട്ടിവേറ്റ് ചെയ്ത് ശരിയാക്കുന്ന സമയം സംരംഭം പൂട്ടിപ്പോവും. കസ്റ്റമർക്ക് എന്താ വേണ്ടത്? കസ്റ്റമർക്ക് ചിരിച്ച് അവരോട് അല്ല. അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ സുപ്രസിദ്ധ ജോക്കറായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷുകാരന്റെ പേരെന്താ? അല്ലല്ല, ഈ എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരാളല്ലേ, ചാർലി ചാപ്ലിൻ. അദ്ദേഹം ഒരിക്കലും ചിരിപ്പിക്കില്ലായിരുന്നല്ലോ. ഏറ്റവും കൂടുതൽ വിഷമങ്ങളുള്ള ആളല്ലേ അയാള്. അപ്പൊ ഏറ്റവും കൂടുതൽ വിഷമങ്ങളുള്ളതാണ് ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത് കണ്ടിട്ട് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ടത് ഈ സ്ഥാപനത്തിന്റെ ജീവനക്കാരുടെ കടമയാണ്. അത് നിങ്ങളുടെ കടമയാണ്, ഇത് നിങ്ങളുടെ കടമയാണെന്ന് എല്ലാ ആഴ്ചയും പഠിപ്പിക്കാൻ പറ്റുമോ? അത് അവർ പഠിപ്പിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ അവരിങ്ങനെ ചെയ്യേണ്ടി വരും. അതിനുശേഷം അവർ ശരിയാവുന്നില്ലെങ്കിൽ ചിലപ്പോൾ അവരെ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ സ്ഥാപനം പൂട്ടിപ്പോവും. ഏകദേശം 10, 100, 140 ജീവനക്കാരുടെ സ്ഥാപനം പൂട്ടാൻ പറ്റുമോ? അപ്പൊ പെട്ടെന്ന് നടത്തും വേണം. അപ്പോ ഇതിപ്പോ ആരെങ്കിലും എവിടെയെങ്കിലും ചെയ്തെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചെയ്തു, അത് നടത്തി. അത് കഴിഞ്ഞ് ഇത് പരിപാടി മാറ്റിയതിന് ശേഷം ഇത് നിർത്തിപ്പോ, എന്നിട്ട് വീണ്ടും നമ്മള് ശരിയായ രൂപത്തിലേക്ക് മാറ്റി. ആ സമയത്ത് അവർക്ക് മനസ്സിലായി, ആ കാര്യം ഇങ്ങനെ എത്ര നാൾ വേണ്ടി ട്രെയിനിങ് ചെയ്ത് കഴിയാനായിട്ട്. അത് എന്നാലും അവരുടെ ഓപ്ഷണൽ ആണല്ലോ, ഇവിടെ ആകുമ്പോ ഓപ്ഷൻ ഇല്ലല്ലോ, പൈസ പോലോ. അപ്പൊ പിന്നെ ആ ഒരു ഓപ്ഷനും കഴിച്ച് നമുക്ക് അതിന് സമയമില്ല. അപ്പൊ ഒരു എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമ്മള് ഈ കാഴ്ച കാണാന്ന് പറയുന്നില്ലേ, ഇത് ഞാൻ വേറെ സ്ഥലത്ത് കണ്ടതാണ്. അത് ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ വെച്ചാല് നമ്മുടെ ബാത്റൂമില് ഹോട്ടലുകള് പോണ സമയത്ത് സ്ത്രീകളായാലും പുരുഷനായാലും ആദ്യം എന്താ നോക്കുക, ബാത്റൂം ക്ലീൻ ആണോ ഇല്ലേ? ചിലപ്പോ അവർക്ക് നമ്മൾ യാത്രയിലൊക്കെ അങ്ങനെയല്ലേ നോക്കുക. ഒരു സ്ഥലത്ത് ഞങ്ങൾ യാത്ര പോയ സമയത്ത് അവിടെ എന്താ പ്രത്യേകിച്ച് ഒരാള് കയറി അപ്പൊ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, ഇത് എങ്ങനെ നടക്കണേന്നുള്ളത് ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. അപ്പൊ എന്താ ചെയ്യുന്ന ഓണർ എന്താ ചെയ്തെന്നറിയോ, അവിടെ ഒരു ക്യാമറ വെച്ചു പുറത്ത്. എന്നിട്ട് ഒരാള് കേറിയിട്ട് ഇയാൾ പോകുന്നില്ലെങ്കിൽ ഇയാൾക്ക് ഫൈൻ അടിക്കും. ഇപ്പൊ വെച്ചല്ല, ഇപ്പൊ ക്യാമറ ഒന്നുമില്ല, തുടങ്ങണ സമയത്ത്. അപ്പൊ എന്താ കാര്യം വെച്ചാൽ കുറച്ച് ദൂരെയാണത്. അപ്പൊ ഒരാൾ ഇറങ്ങി അപ്പൊ അവരെ കേറിയിട്ടില്ലെങ്കിൽ ഇപ്പഴത്തെ ആൾക്ക് ഫൈൻ വരും.
ഓക്കെ, ആദ്യം ഇന്റിമേഷൻ വരിക, ഇന്റിമേഷൻ കഴിഞ്ഞാൽ ഫൈൻ വരും, അപ്പൊ ഇയാളെ സാലറി കുറയാ, അതിനുശേഷം സിസ്റ്റർ റെഡി, അപ്പൊ ഇപ്പൊ ക്യാമറ ഇല്ല. മനസ്സിലായി? അത് ഒരു ബാത്റൂമിൽ ചെയ്ത പരിപാടി ഞാൻ പുറത്ത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞല്ലേ ഇതിപ്പോ എംപ്ലോയീസിന്റെ അത് നമുക്കൊരു ടോപ്പിക് അല്ല, എന്നാലും എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ മാതിരി സംരംഭകർക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ വേണം. ഈ ഒരു പ്രോസസ്സ് പല ആൾക്കാരും ഞാൻ കണ്ടുള്ള സംരംഭകർ രാവിലെ വന്ന രാത്രി വരെ പണിയെടുത്തിട്ട് എങ്ങനെയെങ്കിലും ഉരുട്ടി കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അവര് ഇരുന്ന് അതിൽ നിന്ന് മാറി നിന്ന് ഇപ്പൊ ഈ ചിന്തിച്ച പോലെ വേറിട്ട് നിന്ന് ചിന്തിക്കുന്ന പ്രോസസ്സിലേക്ക് പലരും എത്തുന്നില്ല. ആയിരിക്കും, അല്ല എനിക്കറിയില്ല. അതെന്നറിയോ, എനിക്ക് ബാക്കിയുള്ള കാര്യം അറിയില്ല. ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് എന്റെ മുമ്പേ ഉണ്ടായ കാര്യമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഉണ്ടാവുമായിരിക്കും. നമ്മുടെ ബോബി ചെമ്മണ്ണൂരുമായിട്ട് എന്താണ് ജോഫറിന്റെ ഒരു കണക്ഷൻ? അദ്ദേഹത്തിന്റെ ഏതൊക്കെ പ്രൊജക്ടില് ജോഫർ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു സൗഹൃദം ഉണ്ട് ആളായിട്ട്. അപ്പോൾ ഞാൻ ഒരു വർഷത്തില് ഒരു കമ്പനി, വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു വർഷത്തിനുള്ള 440 ഫ്രാഞ്ചൈസി ഒരു വർഷത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്തു, ഒറ്റ വർഷത്തിനുള്ളിൽ. അതൊരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള വേറെ കമ്പനിയുടെ പ്രൊജക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓണർ എന്നെ വിളിച്ചു, ജോഫർ നമുക്കിതൊരു മീറ്റിംഗ് ഉണ്ട്, നമ്മുടെ കമ്പനി അക്വയർ ചെയ്യാൻ പോകുന്നു, ഒരു കോർപ്പറേറ്റ് വന്ന് അക്വയർ ചെയ്യണം, അപ്പൊ നിന്നെയും കൂടി വിളിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നമ്മുടെ കമ്പനിയുടെ പാർട്ടല്ല, പിന്നെ ഇങ്ങനെ അതല്ല, നീ ചെയ്യാൻ പോണ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു നിങ്ങളെ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ശരിയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഗ്രാൻഡ് ഹയാത്തിലായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യണം. ഗ്രാൻഡ് ഹയാത്തിൽ നിൽക്കുന്ന സമയത്ത് ഇത് അക്വയർ ചെയ്യാൻ വന്നിട്ടുള്ള ബോബി ചെമ്മണ്ണൂരായിരുന്നു. അപ്പൊ അദ്ദേഹം നമ്മുടെ അതിന്റെ മുകളിലൊരു സ്ഥലമൊക്കെ ഉണ്ട്, അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ ടീം മെമ്പേഴ്സൊക്കെ നടന്നു. അങ്ങനെ ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും നമ്മുടെ കഥകൾ സംസാരിക്കുകയും ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ചോദിക്കുകയും ആളെ കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. അപ്പൊ അത് ആ കഥകൾ എന്നോട് പറയിപ്പിക്കുകയും ചെയ്ത് അത് പിന്നെ ഒരു സൗഹൃദമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ആളുടെ ആശയങ്ങളും ഞങ്ങളുടെ ആശയങ്ങളും തമ്മിൽ കണക്ട് ആവും. പിന്നെ ഒരു ഫാൻ ബോയ് ആയി മാറി. പിന്നെ ആളുടെ ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒക്കെ ഉണ്ട്. അതിന്റെ സ്റ്റേറ്റിൽ 2 കോർഡിനേറ്റേഴ്സ് ഉള്ളൂ. അതിലൊരു കോർഡിനേറ്റർ ആണ് ഞാൻ. അങ്ങനെ പല കാര്യങ്ങളിലും ഇടപെട്ടു. ഇപ്പൊ നമ്മള് ഒരു ആളുടെ ബോബി ചെമ്മണ്ണൂർ നമ്മൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാല് ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് ഒരു രാജാവിന്റെ പോലെ ഇരിക്കുന്ന ഫോട്ടോ വരും. എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു ഫോട്ടോ ആണ് കസേര. അപ്പൊ ഒരു ചെറിയ ഫോട്ടോന്റെ പിന്നിൽ തന്നെ ഒരു വലിയ കഥയുണ്ടെന്നുള്ളതാണ്. ആ ഫോട്ടോ ഇടുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചത് എന്തിനപ്പോ ഈ ഫോട്ടോ ഇടണേ ചോദിച്ചു. ആൾ അങ്ങനത്തെ ഫോട്ടോ ഒന്നും ഇടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വളരെ പ്രത്യേകത, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഞാനൊരു സംരംഭത്തിന്റെ കാഴ്ചപ്പാടാ പറയാട്ടാ. അപ്പൊ അത് ഇടുന്നതിന്റെ ഒരു റെലവെന്റ് ആയിട്ടുള്ള കാര്യം പറയാണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്ററുകൾ ഇടാൻ തയ്യാറല്ല. ഓക്കെ, അപ്പൊ ഞാൻ പോയിട്ട് ഇൻസ്റ്റാഗ്രാം അതിന്റെ അനലറ്റിക്സ്, ഫേസ്ബുക്ക് അനലറ്റിക്സ്, ഇന്ന് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും, മറ്റേ നമുക്ക് ഫോളോവേഴ്സ് ഇങ്ങനെ കുറയുന്നുണ്ട്, ഇത്രയും കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ചെറിയ പോസ്റ്റ് ഇടാൻ സമ്മതിക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ ക്യാപ്ഷൻ വന്നു. അപ്പൊ ക്യാപ്ഷൻ ഉണ്ടാക്കാൻ എനിക്കറിയില്ല. അപ്പൊ ഞാനൊരു ക്യാപ്ഷൻ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടിട്ട് ഒരു ക്യാപ്ഷൻ ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹം ദ ലാസ്റ്റ് എംബർ ഓഫ് ദ ലവ് കിങ്ഡം എന്നാണ് അതിന്റെ ക്യാപ്ഷൻ ഇട്ടത്. അതായത് സ്നേഹ സാമ്രാജ്യത്തിന്റെ അവസാന രാജാവ്. ഓക്കെ, ഇന്ന് ലോകത്ത് എവിടെ പരിപാടി പോകുമ്പോഴും ആ ഫോട്ടോ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ ആയിരിക്കാം, പക്ഷെ നമ്മുടെ മനസ്സിൽ എന്താണ്ടാവും, ഒരു രസം ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ പലവിധ കാര്യങ്ങളും ചെയ്യുക, അതിനൊരു ഫ്രീഡം തരിക. പിന്നെ അദ്ദേഹത്തിന്റെ പ്രൊജക്ട് ഡിസ്കഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തന്നെ, ഏത് മീറ്റിങ്ങുകളും കേൾക്കാനും ഒക്കെ ഉള്ളത്. ഇപ്പോ നമ്മൾ ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ബോച്ചെ ടീ ഇല്ലേ, ആ ബോച്ചെ ടീയുടെ ഐഡിയേഷൻ മുതൽ അതിന്റെ തുടക്കത്തെ ഐഡിയേഷൻ മുതൽ ഇപ്പൊ ഇംപ്ലിമെന്റേഷൻ വരെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളെ മടിയന്മാരായിട്ടുള്ള ആളുകളാണുള്ളത്. മടിയന്മാരുടെ ടീമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോ ചെറിയ നിസാര കളികളല്ല മടിയന്മാരെ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ മടിയന്മാരുടെ സ്കൂൾ മടിയനാകാന്നൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കുന്ന ഒരു ചെറിയൊരു ഇതൊരു മടിയന്മാരുടെ, പക്ഷെ മടിയന്മാര് ചെയ്യുന്നത് വലിയ കളികളാണ്. അപ്പോ എന്താണ് നിങ്ങൾ അതിനകത്ത് ചെയ്ത് ശരിക്കും? അതെന്ന് വെച്ചാല് മടിയന്മാരുടെ റോൾ എന്താണ് അതിനകത്ത്? മടിയന്മാരുള്ള ഇത് എക്സിക്യൂഷൻ പാർട്ടിലാണ്. നമ്മുടെ ആശയമൊക്കെ അദ്ദേഹത്തിന്റെയാണ്. ഈ ഒരു ആശയം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈഗോ ഉണ്ടാവാൻ പാടില്ല. ഏറ്റവും വലിയ ഈഗോ ഉള്ള മേഖലയാണ് കോർപ്പറേറ്റ് സെക്ടർ. നമ്മൾ കാണുന്നതൊന്നും അല്ല അതിന്റെ പുറകില് എന്ന് പറയില്ലേ. അപ്പോൾ ഒരു സാധനം ചെയ്യണ സമയത്ത് ഇപ്പൊ അതിന്റെ സോഫ്റ്റ്വെയർ ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പൊ ആ സോഫ്റ്റ്വെയർ ചെയ്യണമെങ്കിൽ സമാനമായ സോഫ്റ്റ്വെയർ ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചെയ്ത് ആരെന്ന് കണ്ടുപിടിക്കണം. അവരായിട്ട് മീറ്റിംഗ്സ് എടുക്കണം, അത് കോർഡിനേറ്റ് ചെയ്യണം. വൺ എക്സ്പെക്ട് എന്ന് പറയുന്ന ഒരു ലോകത്തെ 8ാമത്തെ 7ാമത്തെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിന്റെ CFOനെയാണ് ഞങ്ങൾ ഒരു മാസത്തെ കൺസൾട്ടന്റ് ആക്കി വെച്ചത്. 27 ലക്ഷം രൂപയാണ് ആള് ഒരു മാസത്തെ.
കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾക്ക് കിട്ടുന്ന ബുദ്ധി എത്ര വാല്യുബിൾ ആയിരിക്കും. ആ മീറ്റിംഗ് എടുക്കുന്നതും അത് കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ മടിയന്മാരാണ്. മനസ്സിലായി. ഓക്കെ, അത് ഹൈദരാബാദ് മുതൽ ബോംബെ ഇവിടെയൊക്കെ ഞങ്ങൾ മീറ്റിങ്ങിന് പോയിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നു കൂടെ, ഈ സോഫ്റ്റ്വെയർ സൈഡിലുള്ളത്. അപ്പൊ ഇത്തരം ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, മറ്റുള്ളവരുടെ ആശയങ്ങൾ, ഇതെല്ലാം നമ്മളിലേക്ക് വരികയല്ലേ. എന്നിട്ട് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഒരു 45 ദിവസം മുമ്പ് നമുക്കിപ്പോ പ്രൊജക്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടാവുന്നു. കുറെ കൂടി ബാക്കിയുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഒരു 1 month കൂടി കഴിയുന്നത് ഫിനിഷ് ചെയ്യാനായിട്ട്. ദുബായിൽ 1 മാസം നമ്മളെ എല്ലാ അംഗങ്ങളും അവിടെ നിന്നിട്ടാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തത്. അതിനുശേഷം ഇപ്പൊ തിരിച്ച് ഇന്ത്യയില് വന്നിരിക്കുന്നത്. ഇനി മറ്റു രാജ്യങ്ങളിലേക്ക് ഇതിന്റെ ഒരു വേറെ എക്സ്പാൻഷൻ പ്ലാൻസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് നമ്മളുടെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് നമ്മള്. ലീഡേഴ്സും നമ്മളല്ല, ലീഡർമാരെല്ലാം നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാണ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ടീം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ഒരു ERP സിസ്റ്റം ഒരു വിത്തിൻ 1 monthനുള്ള അതുകൂടി സെറ്റ് ആവുന്നതായിരിക്കും. മടിയന്മാരെ ഗ്രോത്ത് ഹാക്കിംഗ് പഠിപ്പിക്കുന്നുണ്ടോ? ആ മടിയന്മാർക്ക് ഗ്രോത്ത് ഹാക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ഗ്രോത്ത് ഹാക്കിംഗ്? ഗ്രോത്തിനെ വെട്ടിപ്പിടിക്കാന്ന് പറയുന്ന അതേ വാക്ക് തന്നെയാണ്. ഗ്രോത്ത് നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത്, കുറെ കാലം നമ്മളിതിന്റെ പേര് ഗ്രോത്ത് ടോക്സ് എന്നാണ്. ഗ്രോത്ത് നമ്മള് ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ളത്, നിങ്ങൾ സ്റ്റഡി ആവണം, പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അന്നത്തെ കാലത്ത് ടെക്നോളജി ഉണ്ടായിരുന്നില്ല. അന്നത്തെ ഇന്ന് ചിലപ്പോൾ പന തിന്നാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ അമർത്തിയിട്ട് അതിനുള്ളിൽ മിക്സ് ചെയ്ത് സാധനമാക്കിയിട്ട് ജിലേബി കഴിക്കാൻ അവസ്ഥയുണ്ട്. അന്നത്തെ ആളുകൾക്ക് അത് ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ അങ്ങനെ പറഞ്ഞു. അത് വെച്ച് നമ്മൾ ഇന്ന് കേൾക്കേണ്ട കാര്യം ഇല്ല, ആ കളി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ ഗ്രോത്തിനെ എത്രയും പെട്ടെന്ന് ആക്കുക എന്നുള്ളതാണ് ഗ്രോത്ത് ഹാക്കിംഗ്. ഗ്രോത്തിന്റെ സമയത്തിന്റെ അളവ് കുറയ്ക്കുന്നുണ്ട്. ടൈം ഈസ് മണി ആണല്ലോ. അതുപോലെ തന്നെ ഇനി അധികം സമയമില്ല. അപ്പൊ അതുകൊണ്ട് ആ സമയത്തിന് ചെറുതാക്കാം. സോ ഹൗ ടു തിങ്ക് ലൈക്ക് എ ഗ്രോത്ത് ഹാക്കർ, എങ്ങനെ ഗ്രോത്ത് ഹാക്കിംഗ് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാം, ഇതൊക്കെയാണ് മടിയന്മാരുടെ മറ്റൊരു മേഖല അല്ലേ? ഇതിന്റെ എൻട്രി പ്രോസസ് എങ്ങനെയാ, എങ്ങനെ ഇതിനകത്ത് അത് ഞാൻ എളുപ്പപ്പണി കണ്ടിട്ടില്ല വെച്ചാല്, ഞാൻ എളുപ്പപ്പണി കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും എളുപ്പപ്പണിയാണ്. അത് വേണല്ലോ. അതായത് ആരെയും താല്പര്യമായിട്ട് വന്നിരിക്കും. അപ്പൊ നമ്മൾ ബ്ലാങ്കില് പറയും, 1 ദിവസം താമസിച്ചിട്ട് പോകാൻ പറയും. വെറുതെ ഒന്നുമില്ല, നേരെ വന്ന് താമസിക്കും. അത് ജസ്റ്റ് ഇവരൊക്കെ ഫോൺ വിളിക്കും. ഞാൻ നമ്പറൊക്കെ കൊടുത്തിട്ട്, ഇവിടുത്തെ ആളുകളുടെ നമ്പറിനെ കൊടുത്തിട്ടുള്ളത്. ഇവർക്ക് ആർക്കെങ്കിലും ചെറുതായിട്ട് കണക്ട് ആയി അപ്പൊ പറയും, നിങ്ങൾ ഒന്ന് താമസിച്ച് പോക്കോളും പറയും. ഈ 1 ദിവസം താമസിച്ച് കഴിയുമ്പോൾ ഇവിടെയുള്ള അംഗങ്ങൾക്ക് ഇവരെ റിലേറ്റ് ആവണമെങ്കിൽ നേരിട്ട് എൻട്രി. ഓക്കെ, ചിലപ്പോ എല്ലാം റിലേറ്റ് ആവില്ല. അപ്പൊ എന്താണ്, ഈ വീടിനുള്ളിൽ കലഹാവും, അത് സെയിം വേവ് ലെങ്ത് അല്ലെങ്കിൽ ഇത് വർക്ക് ആവില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അത് ബാക്കിയുള്ളവർക്ക് ഈ ആളിനെ റിലേറ്റ് ആവുന്നുണ്ടെങ്കിൽ എൻട്രി കൊടുക്കാന്നുള്ളതാണ്. ഓക്കെ, വേറൊരു ആപ്ലിക്കേഷൻ പ്രോസസ് ഇല്ല, ഇതിന് ടൈം പീരീഡും ഇല്ല, എത്ര കാലം, അങ്ങനെ അവരുടെ ഇഷ്ടം. അല്ലെങ്കിൽ അവർ ഓടിപ്പോവും, അവർക്ക് പറ്റാണ്ട് അങ്ങനെ ഓടിപ്പോയവരുണ്ട്. അതെന്താണെന്നറിയോ, ചിലർക്ക് വീട്ടിലേക്ക് കറക്റ്റ് സമയത്ത് 7 മണിക്ക് 10 ഇവിടെ ചിലപ്പോ അവര് കിടക്കുന്നത് 2 മണിക്കാവും. അപ്പൊ ഈ ലൈറ്റ് സൗണ്ട്, ഇവിടെയൊക്കെ വല്ല ടിവിയുടെ സൗണ്ടിലൊക്കെ ഒരു കിടന്നുറങ്ങുന്നവരുണ്ട്. സബ് വൂഫർ വെച്ചിട്ട് ഉറങ്ങുന്നവരുണ്ട് ഇവിടെ. അതൊന്നും പറ്റാത്ത ചെറിയ സൗണ്ട് 1 മണിക്ക് ഉറങ്ങാൻ പറ്റാത്തവര്. അല്ലെങ്കിൽ ആ സമയത്ത് ഇപ്പൊ ഇവിടെ മിക്കപ്പോഴും കളിക്കാൻ പോകുന്നത് 11 മണിക്കും 12 മണിക്കാണ്. മനസ്സിലായ? അപ്പൊ അത് പറ്റാത്ത ആളുകളുണ്ട്. രാത്രി കാര്യം പറഞ്ഞ ഞാന്. അപ്പൊ ഇതൊക്കെ സെറ്റ് ആവാത്ത ആളുകൾക്ക് ഇത് വർക്ക് ആവില്ലല്ലോ. സ്വാഭാവികമായിട്ട് അവരോട് പോകും. ഈ പ്രോസസ് അല്ലാതെ ജോഫർ വേറെ എന്തൊക്കെ ചെയ്യുന്നത്? ഇപ്പൊ ബിസിനസ് കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പ്രൊജക്ട് എക്സിക്യൂഷൻ ഞാൻ 1 വർഷത്തിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്ത് എക്സിറ്റ് ആവുന്ന പരിപാടിയാണ്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനത്തെ കമ്പനികളാണ്? സ്റ്റാർട്ടപ്സ് ആണോ, SMEs ആണോ, കോർപ്പറേറ്റ്സ് ആണോ? മിനിമം 1 കോടി രൂപയെങ്കിലും എക്സിക്യൂഷൻ ചാർജ് ഉള്ളവരുടെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു ആഘോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ പൈസ ഉദ്ദേശിക്കുന്നത്. പൈസ കിട്ടണ്ടേ? അതെ അതെ അതെ. അപ്പോ പ്രൊജക്ട് എക്സിക്യൂഷൻ അത് ഇതുവരെ ചെയ്ത ടൈപ്പ് ഓഫ് കമ്പനീസ് ഞാൻ ഇതുവരെ പല മോഡൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫ്രാഞ്ചൈസി മോഡൽ ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്, പിന്നെ കൺസ്ട്രക്ഷൻ മേഖല ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചെയ്തോണ്ടിരുന്നത് ടീ ലോട്ടറി ലൈക്ക് അങ്ങനെയാണ്. അങ്ങനെ എന്താ പറയാ, നമ്മളൊരു ക്ലൗഡ് കിച്ചൺ സാധനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല മോഡല് നടക്കുന്നുണ്ട്. അപ്പോട്ടെ, അംബാനി അങ്ങനെ വലിയൊരു കാശാരല്ലേ, ഇവര് വേറെ രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നത് ആ ഭാഷ പഠിച്ചിട്ടാണോ? അല്ല. അപ്പൊ അവരെങ്ങനെ ബിസിനസ് ചെയ്യണേ? ആ ഭാഗത്തെ ലീഡറെ കണ്ടുപിടിക്കും, അത് കോർഡിനേറ്റ് ചെയ്യും. എന്നിട്ട് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പിനെ പറ്റി ചിന്തിക്കുന്നെങ്കിൽ നമ്മൾ ബെറ്റിംഗ് ആപ്പിന്റെ എക്സ്പീരിയൻസ് കണ്ടുപിടിക്കണം. അവനെ ഡീൽ ചെയ്യാൻ പറ്റണം. ചില സമയത്ത് അവനെ കാശ് കൊണ്ട് വാങ്ങാൻ പറ്റില്ല. അപ്പൊ ഒരാളുടെ ആഗ്രഹം എന്തായിരുന്നു അറിയാം? ഞങ്ങൾ ഫോർച്യൂൺ 500 കമ്പനിയിലത്തെ ഒരാളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്നത് ഫോർച്യൂൺ 500 അറിയില്ല. പക്ഷെ അയാൾ കാശ് കൊണ്ട് വെക്കണില്ല. അപ്പൊ അയാളുടെ ആഗ്രഹം എന്തായിരുന്നു അറിയോ? അയാൾ ബുക്ക് എഴുതിയിട്ടുണ്ട്, അത് പബ്ലിഷ് ചെയ്യാനും അതിനൊക്കെ ചെയ്യാൻ കോർഡിനേറ്റ് ചെയ്യാൻ ഒരാൾ വേണമായിരുന്നു. ഞാൻ ആളെ കൊടുത്തു, സിമ്പിളായിട്ട് ഇയാളെ കിട്ടി.
ഫോർച്യൂൺ 500 കമ്പനി വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അയാള് ചെയ്തോടൊപ്പം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അയാളുടെ ഒരു കൺസൾട്ടിങ് ഇവിടെ കിട്ടണമായിരുന്നു. അല്ലല്ല, അയാൾക്ക് ആ ബുക്ക് പബ്ലിഷ് ചെയ്യണം, അതിൽ അയാൾ കോർഡിനേറ്റ് ചെയ്യണം, പല ഭാഗത്തേക്ക് തിരിച്ച് നിങ്ങൾക്ക് വേണ്ടത്. അല്ല, നമുക്ക് അയാളുടെ കൺസൾട്ടേഷൻ ആവശ്യം. അത് നമുക്ക് പ്രൈസ് നമ്മുടെ കമ്പനി, നമ്മള് അസോസിയേറ്റ് ചെയ്യുന്ന കമ്പനിക്ക് ഇയാളെ താങ്ങാനുള്ള പൈസ ഇല്ല. പക്ഷെ നമുക്ക് അത്ര വലിയ അറിവ് വേണമായിരുന്നു. ഇപ്പൊ നമുക്കൊരു അറിവ് ഡിലോയിറ്റിന്റെ KPMG വേണമെങ്കിൽ 1000 കോടിയാണ് അവരുടെ മിനിമം. എന്ത് ബേസിക്കലി ഒരു ബാർട്ടർ സിസ്റ്റം. അങ്ങനെയൊക്കെ. അപ്പൊ പണം കൊണ്ട് മാത്രം സാധനം സോൾവ് ചെയ്യാന്ന് നമ്മൾ പണം മാത്രം ചിന്തിക്കുള്ളൂ. എപ്പോഴും നമ്മൾ പണം കൊണ്ട് മാത്രം സോൾവ് ചെയ്യാൻ നിൽക്കുന്നു. ഞാൻ ഇപ്പൊ എന്ത് ചെയ്തത്, അദ്ദേഹത്തിന്റെ ആ പുസ്തകം ലോഞ്ച് ചെയ്യിപ്പിച്ച് അത് മറ്റൊരു ചെയ്ത് പുറം രാജ്യങ്ങളടക്കം പുസ്തകം സപ്ലൈ ഉണ്ട്. അപ്പൊ ആ ഗ്യാപ്പിൽ അദ്ദേഹം സർവീസ് കിട്ടി. അതിന് വേറെ കണക്ഷൻസ് ഉണ്ടായിരുന്നോ? സ്വാഭാവികമായിട്ട് ഉണ്ടാവണല്ലോ. അത് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കേണ്ടി വന്നു. ദ കണക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ, അതായത് ഒരു നെറ്റ്വർക്ക്, അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ? കണക്ഷൻസ്, ഐ മീൻ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായത്, ഞാൻ അത് അത്ര ബെറ്റർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അതിന് വേറെ തേര് വർക്ക്ഔട്ട് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ എലി മറ്റേ ഇവിടെ നിന്ന് വരുന്നു പറഞ്ഞിട്ടില്ലേ, എലി വയനാട്ടിൽ നിന്ന് വരും, 10,000 അരി ഉണ്ടെങ്കിൽ എലി വരുന്ന, അങ്ങനെ ഒരു കഥയില്ല. അതേപോലെ നിങ്ങളിൽ മരുന്നുണ്ടെങ്കിലോ ആരാണോ നിങ്ങൾക്ക് വേണ്ടത് അവർ നിങ്ങളെ തേടി വരും. അതാണ് ഞാൻ ബേസിക് തിയറി. ഓക്കെ, നിങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ പറ്റിയാവും വരും, നമ്മളെ തേടി വരും. അപ്പൊ ഈ ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്ന ആൾക്കാരായിട്ട് മുന്നേ കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ആ ഒരു ടൈമില് കണ്ടുപിടിച്ചു. എന്നിട്ട് അവർക്ക് വേണ്ടത് വേറെ. അല്ല, അത് എക്സിക്യൂട്ടീവ് രീതി പറയാം. ഞാൻ ഇതേ സമയം തന്നെ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന ആളോട് പറഞ്ഞു, നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാം. ഇൻഫ്ലുവൻസേഴ്സ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ അവർക്ക് ഇൻഫ്ലുവൻസർ ഡ്രോപ്പ് ഷിപ്പിംഗ് വർക്ക് ആവുമല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ കാണുന്ന ഡാറ്റാബേസ് എടുത്താന്ന് പറഞ്ഞു. ഡാറ്റാബേസ് വിളിക്കാനായിട്ട് ഞാൻ കസ്റ്റമർ കെയറിൽ പെൺകുട്ടിനെ ഏൽപ്പിച്ചു. അവള് ചെറിയ ഇതല്ലേ, അതിന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഞാൻ ഇയാൾക്ക് കൊടുത്തു. അപ്പൊ ഇയാൾക്ക് പണി എളുപ്പമായില്ലേ, എനിക്ക് ഇവിടെ എവിടെയും പൈസ ചെലവായില്ല. നമ്മൾ ജസ്റ്റ് കോർഡിനേറ്റ് ചെയ്തു. എല്ലാവർക്കും ഇതേ പ്രോസസ്സാണ് കമ്പനികളിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി മടിയന്മാര് പഠിക്കുന്ന വലിയൊരു സംഭവം ഈ കോർഡിനേഷൻ ആവാം, ഡെലിഗേഷൻ ആവാം. പിന്നെ ആളുകളെ നിയന്ത്രിക്കുക, ആളുകളെ കൺട്രോൾ ചെയ്യുക, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. ചിലപ്പോ ഒരു സിഒന് വേണ്ടി ഒരു പണം മാത്രമായിരിക്കില്ല. ചിലപ്പോ അയാൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് വർത്തമാനം പറയാൻ ഒരാളെ വേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. ചിലപ്പോ അയാൾക്ക് ഭ്രാന്തായിട്ട്. അപ്പൊ അതായിരിക്കും ചിലപ്പോൾ പക്ഷെ വേണ്ടി വരും. അത് മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമേ ഇതൊക്കെ നടത്താൻ പറ്റുള്ളൂ. അതെന്തായാലും ചിലപ്പോ ഒരു ജോലിക്കാരന്റെ ആവശ്യമില്ല, സംരംഭകന്റെ ആവശ്യം വ്യത്യസ്തമാണ്. അപ്പൊ സംരംഭകന്റെ കാഴ്ച കണ്ടവന് മാത്രമേ സംരംഭകന്റെ വിഷയം നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ജോലിക്കാരെ വെക്കുമ്പോ സംരംഭകന്റെ വിഷയം നടക്കാത്തത്. വിഷണറി അവിടെ ഇല്ല. ഞാൻ ഇതാണ് ചോദിക്കുന്നത്, മടിയന്മാരിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ലെവൽ ഓഫ് തിങ്കിങ് ഒരു വിഷണറി ആക്കി മാറ്റിയെടുക്കുക എക്സ്പീരിയൻസിലൂടെ. ഓക്കെ, ഇനി ഇതല്ലാതെ എന്തെങ്കിലും ജോഫറിനെ വേറെ പറയാം. നമ്മൾ ഒരുപാട് ടൈമായി. ഇതല്ലാതെ വേറെ എന്താ ബിസിനസ് ചെയ്യുന്നത്? അക്ഷയ സെന്ററിനെ എത്ര അക്ഷയ സെന്റർ ഉണ്ട്? ഒരാൾക്ക് ഒരു അക്ഷയ സെന്റർ പാടുള്ളൂ. എന്റെ പേരിലുണ്ട്, വൈഫിന്റെ പേരിലുണ്ട്. എവിടെയാണ്? അമല പറപ്പൂര് എന്റെ അപ്പച്ചന്റെ അധ്യാപകനാണ്. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാ വരുന്നത്. എന്നെ സിവിൽ പഠിച്ച് പിന്നെ ഇങ്ങനെ വന്ന ആളാണ്. എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളൂ, ലൈഫ് ഒരു പ്രാവശ്യമേ ഉള്ളൂ. സോ യൂസ് ഇറ്റ് വെൽ. അത് പണിയെടുക്കാൻ മാത്രമുള്ളതല്ല, കുറച്ചും കൂടി ഇത് കാണണം, ഇത് എക്സ്പീരിയൻസ് ചെയ്യണം, ആളുകളെ കാണണം, ബാക്കിയുള്ളവർ നമ്മളെ സ്നേഹിക്കാനുള്ള, അവർക്ക് നമുക്ക് അവരെ സ്നേഹിക്കാനും അവർക്ക് നമ്മളെ സ്നേഹിക്കാനുള്ള സ്പേസ് കൊടുക്കണം, ആ സമയം കൊടുക്കണം. ആ സമയം കൊടുക്കുന്നത് നമുക്ക് അവർക്ക് നമ്മളെങ്ങനെ സ്നേഹിക്കാൻ പറ്റുക? അതിനെങ്കിലും ഇല്ലാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മകനോ മകൾക്കോ വേണ്ടി മാത്രം ഒരു ജീവിതകാലം മുഴുവൻ കൊടുത്ത് അവര് നിങ്ങളോട് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ അവസ്ഥ വരെ ആവാതെ അതിന് മുൻപ് ചിന്തിക്കാന്നുള്ളതാണ്. നിങ്ങളുടെ അച്ഛനും അമ്മേനെയും നിങ്ങൾ എത്ര തവണ ടൂർ കൊണ്ടുപോയിട്ടുണ്ട്, അതിനിടെ നിങ്ങളുടെ മക്കളും നിങ്ങളെ കൊണ്ടുപോകുള്ളൂ. അത് സ്വയം ആലോചിച്ചാൽ മതി. അപ്പൊ ഈ തിയറി എല്ലാം ഒരു പരിധി വരെ റിലേറ്റബിൾ ആവുമെന്ന് ഞാൻ വിചാരിച്ചു. അതെ, ഒരു ചോദ്യം കൂടെ. ഇത് കേൾക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും പറയാൻ പോകുന്നത് ഇത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, കാരണം എനിക്ക് ജോലിക്ക് പോയാൽ മാത്രമേ ശമ്പളം കിട്ടുള്ളൂ. അപ്പോ ആ ഒരു സൈക്കിളിൽ നടക്കുന്ന ആൾക്കാരാണ്. അവരുടെ മൈൻഡ് സെറ്റിലേക്ക് ഒരു ചെറിയ ഷിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു 1 ലൈൻ സ്റ്റേറ്റ്മെന്റ് അഡ്വൈസ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? കാരണം നമ്മൾ ഈ പറയുന്ന എല്ലാം കേട്ട് കഴിഞ്ഞാലും ഒരു ദിവസം ലീവ് എടുക്കാം. നിങ്ങൾ പോണ ജോലിയിൽ ഒരു ദിവസം ലീവ് എടുക്കാം, അന്ന് ഭംഗിയായിട്ടൊന്ന് ഉറങ്ങാം. ഓക്കെ, ഈ ജോലിയുടെ ടെൻഷൻ ഒന്നും ഇല്ലാണ്ട്. ഓക്കെ, നമ്മൾ നാളെ ചെയ്യാൻ പോകുന്ന കാര്യം ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കുക. പകുതി പ്രശ്നം മാറും. ചില ആൾക്കാര് എനിക്ക് തോന്നുന്നു റെസ്റ്റ്ലെസ് ആണ്. വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ പറ്റത്തില്ല. അപ്പൊ ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ആശയം വരില്ല. അപ്പൊ നമ്മൾ ഓടുന്ന സമയത്ത് നിങ്ങളുടെ കാലിന് കുഴപ്പമുണ്ടോ കൈന് കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇടർന്ന് വീഴും.
ശരിക്കും ഇത് എല്ലാവരും എടുക്കേണ്ട ഒരു ബ്രേക്കാണ്. ഒരു ഓട്ടത്തിന്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്ക് എടുത്ത് മാറിയിരുന്ന് തിങ്ക് ചെയ്ത് ഞാൻ എന്താ ചെയ്യുന്നത്, ഇത് എന്തിനാ ചെയ്യുന്നത് എന്നൊരു ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. പലരും ഈ ചിന്ത വരുന്ന ഒരു 45-50 വയസ്സ് കഴിഞ്ഞിട്ട്, ടൈം കഴിഞ്ഞിട്ടാണ് ചിന്ത വരുന്നത്. അപ്പോ ഇതിനൊന്നും സമയം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അത് 20-ന് ശേഷം ഒന്നും ചെയ്യരുത്. അതായത് നിങ്ങൾ ശരിക്കും മടിയന്മാരെ അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു ജീവിതം എന്ന യാത്ര ഓടാൻ തുടങ്ങുന്ന ആൾക്കാരോട് ഓടുന്നതിന് മുന്നേ പറയാണ് എങ്ങോട്ടാണ് നിങ്ങൾ ഓടേണ്ടത് എന്ന് പറയാനും ചിന്തിക്കാനും ഉള്ളൊരു കഴിവാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് ഇൻഡയറക്ട്ലി മടിയെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊരു വളരെ പ്രധാനപ്പെട്ട ലൈഫ് സ്കില്ലാണ്. ആവാം. So that was Jofar with us on Growth Talks. മടിയനാക്കി മാറ്റുക എന്നുള്ളതാണ് ജോഫർ ശ്രമിക്കുന്നൊരു കാര്യം. അത് മടിയനാക്കാൻ വേണ്ടിയിട്ടല്ല, ജീവിതം തുടങ്ങുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ഹൈ വാല്യൂല് ഒരുപാട് പണിയെടുക്കാതെ ജീവിക്കേണ്ടത് ജീവിച്ചുകൊണ്ട് തന്നെ ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഈ മടിയന്മാരുടെ സ്കൂളിലെ ഈ മടിയനായ പ്രിൻസിപ്പൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരുപാട് ഇൻസൈറ്റ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും see you in the next session. So till then, stay tuned. Thank you. Thank you.